Good afternoon. I am Akshaya. I had an All India rank of 2627 in the year 2020, and now I am doing third year MBBS in AIIMS Nagpur. Now we will be continuing with the part 2 of the chapter Neural Control and Coordination. ഇന്നലെ നമ്മൾ എന്തൊക്കെ പഠിച്ചു ആദ്യം ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് ഇന്നത്തെ മെയിൻ ടോപ്പിക്സിലേക്ക് പോകും. അപ്പോൾ നമ്മൾ എന്ത് കണ്ടു? കോർഡിനേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്താന്ന് കണ്ടു. ആൻഡ് ന്യൂറൽ സിസ്റ്റം ക്ലാസിഫിക്കേഷൻ ക്രൈറ്റീരിയ വെച്ച് എങ്ങനെയാണ് ഇവോൾവ് ചെയ്ത് വന്നത്, പിന്നെ ഏതൊക്കെ ഓർഗാനിസംസിൽ ഏതൊക്കെ ടൈപ്പ് ന്യൂറോൺസ് ആണെന്ന് കണ്ടു. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ മൂന്ന് ഓർഗാനിസംസിനെ, ഹൈഡ്ര, ഇൻസെക്ട്സ് ആൻഡ് വേർട്ടിബ്രേറ്റ്സിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തു. ആൻഡ് ഹ്യൂമൻ ന്യൂറൽ സിസ്റ്റം, നെർവസ് സിസ്റ്റത്തിന്റെ ടോട്ടൽ ക്ലാസിഫിക്കേഷൻ കണ്ടു. CNS എന്താണ്, PNS എന്താണ്, അതിന്റെ താഴെ ഏതൊക്കെയാ വരുന്നത്, ആ ഹോൾ ക്ലാസിഫിക്കേഷൻ. ആൻഡ് ബ്രെയിനിന്റെ ഡിഫറെന്റ് പാർട്സ്, ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ, ഇത്രയും സാധനങ്ങളൊക്കെ കണ്ടു. ആൻഡ് ന്യൂറോണിന്റെ സ്ട്രക്ചർ, NCERTന്റെ ബാക്കിലത്തെ ക്വസ്റ്റ്യൻസിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ന്യൂറോണിന്റെ സ്ട്രക്ചർ ലേബൽ ഡയഗ്രം വരക്കാൻ. അതിന് ഈ സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ ആണ് വരക്കേണ്ടത്. ആൻഡ് ജനറേഷൻ ആൻഡ് കണ്ടക്ഷൻ ഓഫ് നെർവ് ഇമ്പൾസ് നമ്മൾ കണ്ടിരുന്നു, എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുക. ആൻഡ് പോളറൈസേഷൻ, സ്റ്റിമുലേഷൻ വെച്ച് എങ്ങനെയാണ് പറ്റുക എന്നൊക്കെ കണ്ടിരുന്നു. ആൻഡ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ എന്താ, ആക്ഷൻ പൊട്ടൻഷ്യൽ അഥവാ നെർവ് ഇമ്പൾസ് എന്താന്ന് കണ്ടിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് പഠിച്ചു? ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസ് വിത്തിൻ എ ന്യൂറോൺ, ഒരു സ്ട്രക്ചർ, ന്യൂറോണിന്റെ സ്ട്രക്ചറിന്റെ വിത്തിൻ എങ്ങനെ കണ്ടക്ട് ചെയ്യും, ആൻഡ് ഫ്രം വൺ ന്യൂറോൺ ടു ദി അതർ എങ്ങനെ കണ്ടക്ട് ചെയ്യുന്നു നമ്മൾ പഠിച്ചു. ആൻഡ് ഈ ഡയഗ്രാം ഇമ്പോർട്ടന്റ് ആണ്, ലേബലിംഗ് ചെയ്തിട്ട് ഈ സ്ട്രക്ചർ എന്താന്ന് ചോദിച്ചാൽ പറയാൻ അറിഞ്ഞിരിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് കണ്ടു? അത് കഴിഞ്ഞ് നമ്മളിപ്പോ കാണാൻ പോവാണ് ഇലക്ട്രിക്കൽ സൈനാപ്സും കെമിക്കൽ സൈനാപ്സിലുള്ള ഡിഫറൻസ്, അതും ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സെൻട്രൽ ന്യൂറൽ സിസ്റ്റം, അതായത് ബ്രെയിനിനെ കുറിച്ച്. ആൻഡ് ഈ ഡയഗ്രവും ഏതാ, NCERTന്റെ ബാക്കിലത്തെ ഒരു ക്വസ്റ്റിന്റെ സൊല്യൂഷൻ ആയിട്ട് വരുന്നുണ്ട്. ഹ്യൂമൻ ബ്രെയിനിന്റെ ഡയഗ്രാം വരക്കാൻ വന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതിന് ഇതാണ് വരക്കേണ്ടത് വിത്ത് ദ പ്രോപ്പർ ലേബലിംഗ്സ്. അപ്പോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സെൻട്രൽ ന്യൂറൽ സിസ്റ്റം, നമുക്കറിയാം ഏറ്റവും കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം ഓഫ് ദി ബോഡി എന്നറിയപ്പെടുന്ന എന്താണ്? നമ്മുടെ ബ്രെയിൻ ആണ്. അതെന്തുകൊണ്ടാ? ബിക്കോസ് ഇറ്റ്സ് ദ സെൻട്രൽ ഇൻഫർമേഷൻ പ്രോസസിങ് ഓർഗൻ ഓഫ് അവർ ബോഡി. എല്ലാ ഓർഗൻസും ഇതിന്റെ താഴെയാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് എല്ലാ ഓർഗൻസും തമ്മിൽ സിഗ്നൽ ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും ഇന്റഗ്രേറ്റ് ചെയ്യാനും ആരാണ് നിർവഹത്വം വഹിക്കുന്നത്? നമ്മുടെ ബ്രെയിൻ ആണ്. ആൻഡ് വാട്ട് ഡസ് ഇറ്റ് ഡു? ഇറ്റ് കൺട്രോൾസ് ദ എന്തൊക്കെ ചെയ്യും? ദ വോളണ്ടറി മൂവ്മെന്റ്സ് കൺട്രോൾ ചെയ്യും, ബോഡിയുടെ ബാലൻസ് കൺട്രോൾ ചെയ്യും. ആൻഡ് വൈറ്റൽ ഇൻവോളണ്ടറി ഓർഗൻസ് ആയ ഇമ്പോർട്ടന്റ് ഓർഗൻസ്, ലങ്സ്, ഹാർട്ട്, കിഡ്നീസ് തുടങ്ങിയ എല്ലാ അവയവങ്ങളുടെയും ഫങ്ഷനിങ് എങ്ങനെ നേതൃത്വം വഹിക്കും. ആൻഡ് വേറെന്തൊക്കെ ചെയ്യും? തെർമോ റെഗുലേഷന് ഹെൽപ്പ് ചെയ്യും, ഹങ്കർ ആൻഡ് തേഴ്സ്റ്റിനെ കൺട്രോൾ ചെയ്ത് അതിന്റെ ഫങ്ഷനിങ്. ആൻഡ് സിർക്കേഡിയൻ റിതംസ് ഓഫ് അവർ ബോഡി അതും ചെയ്യും. ആൻഡ് ബാക്കിയുള്ള അതിന്റെ താഴെ വർക്ക് ചെയ്യുന്ന സെവറൽ എൻഡോക്രൈൻ ഗ്ലാൻസിന്റെയും ഹ്യൂമൻ ബിഹേവിയറും, അതായത് A to Z എല്ലാ സാധനങ്ങളും ഏതാണ് ഫങ്ഷനിങ് ഏറ്റെടുക്കുന്നത്? നമ്മുടെ ബ്രെയിൻ ആണ്. അതുകൊണ്ട് അതിന് എന്ത് വിളിച്ചു? സെൻട്രൽ ഇൻഫർമേഷൻ പ്രോസസിങ് ഓർഗൻ. ആൻഡ് ഇറ്റ് ആക്ട്സ് ആസ് വാട്ട്? കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം. അത്രയും കണ്ടു. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ദി സൈറ്റ് ഫോർ പ്രോസസിങ് ഓഫ് വിഷൻ. നമ്മൾ കാണുന്നത് എങ്ങനെ, ആ ഡേറ്റ ഉള്ളിലോട്ടെടുത്ത് സ്ക്രീനിൽ എങ്ങനെയാ വിഷൻ ഉണ്ടാക്കുന്നത്, നമുക്ക് എങ്ങനെയാ ഓരോ സാധനങ്ങൾ കാണാൻ പറ്റുന്നത് എന്നുള്ള പ്രോസസ്സിങ് അതും ചെയ്യും. ആൻഡ് ഹിയറിംഗ്, സ്പീച്ച്, നമ്മൾ എന്ത് പറയും, നമ്മൾ എന്ത് കേൾക്കും. ആൻഡ് നമ്മൾ പഠിക്കുന്നത് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാനുള്ള മെമ്മറി, നമ്മുടെ ഇന്റലിജൻസ്, ഇമോഷൻസ് ആൻഡ് തോട്ട്സ്, ഇത്രയും സാധനങ്ങൾ ആരാണ് ചെയ്യുന്നത്? ബ്രെയിൻ ആണ്. അപ്പൊ ബ്രെയിനെ കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് എഴുതാൻ വന്നാൽ നമ്മൾ എന്തൊക്കെ എഴുതണം? ആദ്യം എഴുതണം ഇറ്റ് ആക്ട്സ് ആസ് ദി കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം ആൻഡ് ഇറ്റ് ഇസ് ദ സെൻട്രൽ ഇൻഫർമേഷൻ പ്രോസസിങ് ഓർഗൻ. ആൻഡ് അത് ഏതൊക്കെ ഫംഗ്ഷൻ എന്തൊക്കെ രീതിയിൽ ചെയ്യുന്നു എഴുതാം. ഇനി ദി ഹ്യൂമൻ ബ്രെയിൻ ഇസ് വെൽ പ്രൊട്ടക്റ്റഡ് ബൈ ദി ഏതാണ്? സ്കള്ളിനെ കൊണ്ട് വെൽ പ്രൊട്ടക്റ്റഡ് ആണ്. ഇനി ഈ സ്കള്ളിന്റെ ഉള്ളിൽ എന്താണുള്ളത്? ഇൻസൈഡ് ദ സ്കൾ ബ്രെയിനെ കവർ ചെയ്യുന്ന ഒരു പ്രൊട്ടക്റ്റഡ് ലെയറും കൂടി ഉണ്ട്. അതിന് നമ്മൾ എന്ത് വിളിച്ചു? ക്രേനിയൽ മെനിഞ്ചസ് എന്ന് വിളിച്ചു. അതായത്
സ്കള്ളിന്റെ ഉള്ളിൽ ബ്രെയിൻ ഉണ്ട്. ഈ ബ്രെയിനിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ലെയറിന് നമ്മൾ ക്രേനിയൽ മെനിഞ്ചസ് എന്ന് വിളിച്ചു. അതിന്റെ ലേയേഴ്സ് ചോദിച്ചാൽ എന്ത് പറയും? ഒരു ഔട്ടർ ലെയർ ഉണ്ട് ഡ്യൂറാമേറ്റർ, ആൻഡ് വെരി തിൻ മിഡിൽ ലെയർ ഉണ്ട്, എന്താണ് അതിന്റെ പേര്? അരക്നോയിഡ്, ആൻഡ് ദി ഇന്നർ ലെയർ വിച്ച് ഇസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദ ബ്രെയിൻ ടിഷ്യൂ, അതിനെ നമ്മൾ എന്ത് വിളിച്ചു? പയാമേറ്റർ എന്ന് വിളിച്ചു. അപ്പോ ആദ്യം നമ്മൾ എന്ത് കണ്ടു? സ്കള്ളുണ്ട്, സ്കള്ളിന്റെ ഉള്ളില് ക്രേനിയൽ മെനിഞ്ചസ് ഉണ്ട്. ക്രേനിയൽ മെനിഞ്ചസിന്റെ 3 ലെയർ, 1, 2, 3. ഔട്ടർ മോസ്റ്റ് ലെയറിനെ നമ്മൾ എന്ത് വിളിച്ചു? ഡ്യൂറാമേറ്റർ എന്ന് വിളിച്ചു. ആൻഡ് മിഡിൽ തിൻ ലെയറിനെ നമ്മൾ എന്ത് വിളിച്ചു? അരാക്നോയിഡ് എന്ന് വിളിച്ചു. ആൻഡ് വിച്ച് ഇസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദി ബ്രെയിൻ ടിഷ്യൂ, ഇന്നർ മോസ്റ്റ് ലെയർ വിച്ച് ഇസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദ ബ്രെയിൻ ടിഷ്യൂ എന്ത് വിളിച്ചു? പയാമേറ്റർ എന്ന് വിളിച്ചു. ഇനി ദ ബ്രെയിൻ ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 3 മേജർ പാർട്സ്. നമ്മൾ ഓൾറെഡി ക്ലാസിഫിക്കേഷനിൽ പഠിച്ചു. ആ 3 മേജർ പാർട്സ് എന്തൊക്കെയാണ്? ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ ആൻഡ് ഹൈൻഡ് ബ്രെയിൻ. അതിന്റെ താഴെ എന്തൊക്കെ വരുന്നു നമ്മളെ ക്ലാസിഫിക്കേഷനിൽ ഓൾറെഡി കണ്ടിരുന്നു. ക്ലാസിഫിക്കേഷൻ ഒന്നും കൂടി എടുത്താല് ബ്രെയിന് 3 പാർട്സ്: ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ. ആൻഡ് ഫോർ ബ്രെയിന്റെ താഴെ എന്തൊക്കെ? ടീലെൻസെഫലോൺ, ഡൈൻസെഫലോൺ. ആൻഡ് മിഡ് ബ്രെയിന്റെ താഴെ എന്തൊക്കെ? മീസെൻസെഫലോൺ. ആൻഡ് ഹൈൻഡ് ബ്രെയിന്റെ താഴെ എന്തൊക്കെ? മീറ്റൻസെഫലോൺ, മൈലൻസെഫലോൺ. ഇനി ഈ ടീലെൻസെഫലോണിന്റെ താഴെ എന്തൊക്കെ? സെറിബ്രൽ കോർട്ടെക്സ് വരുന്നുണ്ട്, ബേസൽ ഗാംഗ്ലിയ ഉണ്ട്, ഹിപ്പോ ക്യാമ്പസ് ഉണ്ട്, അമിഗ്ഡല ഉണ്ട്. ആൻഡ് ഇതേപോലെ ഫോർ ബ്രെയിന്റെ സെക്കൻഡ് പാർട്ട് ഡൈൻസെഫലോണിന്റെ താഴെ എന്തൊക്കെ ഉണ്ട്? തലാമസ് ഉണ്ട്, ഹൈപ്പോ തലാമസ് ഉണ്ട്. ഇനി അടുത്തത് മിഡ് ബ്രെയിൻ്റെ ഉള്ളിലാണ് മീസെൻസെഫലോൺ വരുന്നത്. മിഡ് ബ്രെയിൻ്റെ ഉള്ളിൽ മീസെൻസെഫലോൺ വന്നു. അതിന്റെ താഴെ ടെക്റ്റം ഉണ്ട്, ടെഗ്മെന്റം ഉണ്ട്. ആൻഡ് ഹൈൻഡ് ബ്രെയിന്റെ 2 പാർട്സ്: മെറ്റൻസെഫലോൺ, മൈലിൻസെഫലോൺ. ഇതിലെ മെറ്റൻസെഫലോണിന്റെ 2 പാർട്ട് പോൺസ് ആൻഡ് സെറിബെല്ലം, ആൻഡ് സെഫലോൺ ആണ് സെഫലോണിലാണ് വരുന്നത്. ഇത്രയും കാര്യങ്ങൾ നോക്കി. ഇനി ബ്രെയിന്റെ 3 മേജർ പാർട്സ് കണ്ടു: ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ ആൻഡ് ഹൈൻഡ് ബ്രെയിൻ. ഇനി ഡയഗ്രം ഷോയിങ് സജൈറ്റൽ സെക്ഷൻ. ബ്രെയിനിന് നമ്മളൊരു സജൈറ്റൽ സെക്ഷൻ എടുത്താല്, അതായത് നമ്മൾ ഐദർ റൈറ്റോ ലെഫ്റ്റോ സൈഡ് കൂടി നമ്മൾ ഒരു ഹ്യൂമൻ ബോഡിനെ നോക്കണം. അങ്ങനത്തെ ഒരു സൈഡിൽ നിന്നുള്ളൊരു സെക്ഷൻ എടുത്താൽ ബ്രെയിൻ, അപ്പൊ ഇത് ആന്റീരിയർ ആയിരിക്കും, ഇത് പോസ്റ്റീരിയർ റീജിയൻ ആയിരിക്കും. ആൻഡ് എന്തൊക്കെ നമുക്ക് കാണാൻ പറ്റും? ഒരു വലിയ സെറിബ്രം എന്ന് പറഞ്ഞ പാർട്ടുണ്ട്. ആൻഡ് വേറെന്തൊക്കെ ഉണ്ട്? ഈ ലേബിളിംഗ് തലാമസ് ഉണ്ട്, ഹൈപ്പോ തലാമസ് ഉണ്ട്. ഈ 3 സാധനങ്ങളെയും കൂട്ടി നമ്മൾ എന്ത് വിളിച്ചു? ഫോർ ബ്രെയിൻ എന്ന് വിളിച്ചു. ആൻഡ് ദ ഹോൾ തിങ് ഹെമിസ്ഫിയർ എന്ന് വെച്ചാൽ സ്ഫിയറിന്റെ പകുതി പോലുള്ള, അതായത് ഒരു സ്ഫിയറിനെ 2 ആക്കില്ല, അതിൽ ഈച്ച് പാർട്ട് പോലെ കാണുന്ന സെറിബ്രൽ ഹെമിസ്ഫിയർ ഉണ്ട്. ആൻഡ് ഇതിനെ നമ്മൾ എന്ത് വിളിച്ചു? കോർപ്പസ് കാലോസം എന്ന് വിളിച്ചു. ആൻഡ് സെറിബ്രൽ അക്വിഡക്ട് കണ്ടു, ആൻഡ് പോൺസ് കണ്ടു ഇവിടെ. അത് കഴിഞ്ഞ് അതിന്റെ താഴെ എന്ത് കണ്ടു? അതിന്റെ താഴെ കുറച്ച് ഉള്ളിലോട്ടായിട്ടൊരു ട്രീ ലൈക്ക് സ്ട്രക്ചർ കോൾഡ് സെറിബെല്ലം കണ്ടു. ആൻഡ് എല്ലാത്തിന്റെയും താഴോട്ട് എന്താ വരുന്നത്? മെഡ്യുല കണ്ടു. അപ്പോ പോൺസ് കണ്ടു, സെറിബെല്ലം കണ്ടു, മെഡുല കണ്ടു. ആൻഡ് ഈ പോൺസിനെയും സെറിബെല്ലത്തിനെയും മെഡുലിനെയും ഒരുമിച്ച് നമ്മൾ എന്ത് വിളിച്ചു? ഹൈൻഡ് ബ്രെയിൻ എന്ന് വിളിച്ചു. ആൻഡ് മിഡ് ബ്രെയിനും ലേബിൾ ചെയ്തിട്ടുണ്ട്, തലാമസ് ഹൈപ്പോ തലാമസിന്റെ അടുത്ത്. ഇനി അതിന്റെ താഴോട്ട് മെഡുലേന്റെ എക്സ്റ്റൻഷൻ ആയിട്ട് താഴോട്ട് വരുന്നതിന് സ്പൈനൽ കോഡ് എന്ന് വിളിച്ചു. സ്ട്രക്ചർ ഓഫ് ബ്രെയിൻ ഇത്രയും സാധനങ്ങളാണ്. സ്ട്രക്ചർ ഓഫ് ബ്രെയിന് ലേബൽ തന്നിട്ട് അതിനെ കണ്ടുപിടിക്കാൻ പറഞ്ഞാല്, അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞാല് അറിഞ്ഞിരിക്കുക. ആൻഡ് ഇത് ഏത് സെക്ഷൻ ആണ്? സജൈറ്റൽ സെക്ഷൻ. ഇനി നമ്മൾ ഫോർ ബ്രെയിനെ ഡീറ്റെയിൽ ആയിട്ട് കാണുകയാണ്. ഫോർ ബ്രെയിൻ കൺസിസ്റ്റ് ഓഫ് വാട്ട് സ്ട്രക്ചേഴ്സ്? നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. എന്തൊക്കെ? ഒരു സെറിബ്രം ഉണ്ട്, തലാമസ് ഉണ്ട്, ഹൈപ്പോ തലാമസ് ഉണ്ട്. ഫോർ ബ്രെയിനില് സെറിബ്രം, തലാമസ്, ഹൈപ്പോ തലാമസ്. ആൻഡ് സെറിബ്രം എന്താ? നമുക്കറിയാം, മേജർ പാർട്ട് ഓഫ് ദി ഹ്യൂമൻ ബ്രെയിൻ. നമ്മൾ ഈ ഡയഗ്രാം എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഒരു മേജർ പാർട്ട് ഫോം ചെയ്യുന്ന എന്താണ്? സെറിബ്രം ആണ്. അപ്പൊ സെറിബ്രം ഫോംസ് ദി മേജർ പാർട്ട് ഓഫ് ഹ്യൂമൻ ബ്രെയിൻ. ആൻഡ് a deep cleft divides the cerebrum longitudinally into 2 halves. അതെന്തൊക്കെ? അതായത് ലെഫ്റ്റും റൈറ്റും സെറിബ്രൽ ഹെമിസ്ഫിയർ ആയിട്ട്
cerebrum is being divided into two equal halves. അതിന് നമ്മൾ cerebral hemisphere എന്ന് വിളിച്ചു. ആൻഡ് ഈ ഹെമിസ്ഫിയറിനെ ഐതർ രണ്ട് ഹെമിസ്ഫിയറിനെയും കണക്ട് ചെയ്യുന്നുണ്ട് എന്ത്, ഒരു ട്രാക്ട് ഓഫ് നെർവ് ഫൈബേഴ്സ്. ആ ട്രാക്ട് ഓഫ് നെർവ് ഫൈബേഴ്സ് വിച്ച് കണക്ട്സ് ദ ഹെമിസ്ഫിയേഴ്സ് ആർ കോൾഡ് കോർപ്പസ് കാലോസം. അതും കൊടുത്തിട്ടുണ്ട്. കോർപ്പസ് കാലോസം ഇവിടെയാണ് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതെന്താണ്, ഒരു tract of nerve fibers connecting both the hemispheres. അതാണ് corpus callosum. ഇനി the layer of cells which covers the cerebral hemisphere is called എന്ത്, cerebral cortex എന്ന് വിളിച്ചു. the cellular layer, cells കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ലെയർ കവറിങ് ദ cerebral hemisphere, അതിനെ നമ്മൾ വിളിച്ചാണ് cerebral cortex. ഇനി ഈ cerebral cortexന് കുറെ പ്രോമിനന്റ് ആയിട്ടുള്ള ഫോൾഡ്സ് ഉണ്ട്, അതായത് ഇങ്ങനെ കുറെ മടക്കുണ്ട്, അതായത് ഈ കവറിംഗ് ലെയറിന്. അതിന് ആ പ്രോമിനന്റ് ഫോൾഡ്സ് ഉണ്ട്. ഏത് ലെയറിന്, സെറിബ്രൽ കോർട്ടെക്സിന്. ആൻഡ് ദ സെറിബ്രൽ കോർട്ടെക്സ് ഇസ് റെഫേർഡ് ടു ആസ് ദി ഗ്രേ മാറ്റർ. എന്തിനാണ് നമ്മൾ ഗ്രേ മാറ്റർ എന്ന് വിളിക്കുന്നത് വെച്ചാൽ അറിഞ്ഞിരിക്കുക. എന്തിനാണ്, സെറിബ്രൽ കോർട്ടെക്സിനെയാണ്. എന്തുകൊണ്ടാണ്, കാരണം അതിനൊരു ഗ്രേഷ് അപ്പിയറൻസ് ഉള്ളതുകൊണ്ട്. ആ ഗ്രേഷ് അപ്പിയറൻസ് എന്തിന്റെ കാരണമാണ്, ദ ന്യൂറോൺ സെൽ ബോഡീസ് കോൺസെൻട്രേറ്റഡ് ഹിയർ. ന്യൂറോണിന്റെ സെൽ ബോഡീസ്, ആ സെൽ ബോഡീസ് ഇമ്പോർട്ടന്റ് ആണ്. ആക്ഷൻസ് അല്ല, സെൽ ബോഡീസ്. ന്യൂറോണിന്റെ സ്ട്രക്ചറിന്റെ സെൽ ബോഡീസിന്റെ കോൺസെൻട്രേറ്റഡ് ഏരിയ ആയതുകൊണ്ടാണ് അതിന് ഗ്രേഷ് അപ്പിയറൻസും അതിനെ നമ്മൾ ഗ്രേ മാറ്റർ എന്ന് വിളിച്ചത്. ഇത് ഏതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, സെറിബ്രൽ കോർട്ടെക്സ്. ഇനി ദ സെറിബ്രൽ കോർട്ടെക്സ് കണ്ടെയ്ൻസ് മോട്ടോർ ഏരിയാസ്, sensory areas and large regions that are neither clearly sensory nor motor in function. അപ്പോ സെറിബ്രൽ കോർട്ടെക്സിനെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ എന്തൊക്കെ കാണുന്നുണ്ട്. എന്താണ് സെറിബ്രൽ കോർട്ടെക്സ്? ദ സെല്ലുലാർ ലെയർ, അതായത് സെൽസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ലെയർ വിച്ച് ഇസ് കവറിങ് സെറിബ്രൽ ഹെമിസ്ഫിയർ. ആൻഡ് സെറിബ്രൽ കോർട്ടെക്സിന് എന്തൊക്കെ ഉണ്ട്, കുറച്ച് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള സെൻസറി ഏരിയാസ് ഉണ്ട് വിച്ച് ക്യാരീസ് ഔട്ട് സെൻസറി ഫങ്ഷൻസ്. ആൻഡ് കുറച്ച് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള മോട്ടോർ ഏരിയാസ് ഉണ്ട്, അതെങ്ങനെയാ, മോട്ടോർ ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യാൻ. ആൻഡ് കുറച്ച് മിക്സ്ഡ് എന്ന് പറഞ്ഞാൽ ക്ലിയർലി സെൻസറി എന്നും പറയാൻ പറ്റില്ല, പക്ഷെ ക്ലിയർലി മോട്ടോർ എന്നും പറയാൻ പറ്റില്ല. ആൻഡ് ദീസ് റീജിയൻസ് കോൾഡ് ആസ് ദി അസോസിയേഷൻ ഏരിയാസ് ആർ റെസ്പോൺസിബിൾ ഫോർ കോംപ്ലക്സ് ഫങ്ഷൻസ് ലൈക്ക് എന്തൊക്കെ, ഈ അസോസിയേഷൻ ഏരിയാസിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ റെസ്പോൺസിബിൾ ഫോർ കോംപ്ലക്സ് ഫങ്ഷൻസ് ലൈക്ക് intersensory association, memory and communication. Association areas ന്റെ functions എന്തൊക്കെയാണ്, intersensory associations, memory and communication. ഇത്രയും സാധനങ്ങൾ ഫംഗ്ഷൻ ഇതാരെ ക്യാരി ഔട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്ന അസോസിയേഷൻ ഏരിയാസ് ആണ്. ആൻഡ് ദ ഫൈബേഴ്സ് ഓഫ് ദി ട്രാക്സ് ആർ കവേർഡ് വിത്ത് myelin sheath which constitute the inner part of cerebral hemisphere. So cerebral hemisphere ഉള്ളിൽ എന്താണ്, ഈ ട്രാക്റ്റിന്റെ കണക്ട് ചെയ്യുന്ന നെർവ് ഫൈബറിന്റെ ട്രാക്റ്റിന്റെ എന്ത്, മൈലിൻ ഷീത്ത് കൊണ്ട് കവേർഡ് ആയിട്ടുള്ള ഫൈബേഴ്സ് ആണ് ഏത് ഫോം ചെയ്യുന്നത്, ഇന്നർ പാർട്ട് ഓഫ് സെറിബ്രൽ ഹെമിസ്ഫിയർ. അപ്പൊ എന്തൊക്കെ കണ്ടു, അസോസിയേഷൻ ഏരിയ, സെറിബ്രൽ കോർട്ടെക്സ് കണ്ടു. ആൻഡ് സെറിബ്രൽ കോർട്ടെക്സിന് എന്തുണ്ട്, പ്രോമിനന്റ് ഫോൾഡ്സ് ഉണ്ടെന്ന് കണ്ടു. അതിനെ ഗ്രേ മാറ്റർ എന്ന് വിളിക്കുന്നു കണ്ടു. അത് എന്തുകൊണ്ടാണ് ഗ്രേ മാറ്റർ എന്ന് വിളിക്കുന്നത് കണ്ടു. എന്തുകൊണ്ടാണ്, ന്യൂറോൺ സെൽ ബോഡീസിന്റെ കോൺസെൻട്രേറ്റഡ് റീജിയൻ ആയതുകൊണ്ട്. ആൻഡ് അസോസിയേഷൻ ഏരിയാസ് എന്താന്ന് കണ്ടു, അതിന്റെ ഫങ്ഷൻസ് കണ്ടു. ആൻഡ് പിന്നെന്ത് കണ്ടു, നമുക്ക് പറഞ്ഞു ട്രാക്സിന്റെ ഫൈബേഴ്സ് ആർ കവേർഡ് വിത്ത് വാട്ട്, മൈലിൻ ഷീത്ത്. ഈ മൈലിൻ ഷീത്ത് കൊണ്ട് കവർ ചെയ്തിട്ടുള്ള ഫൈബേഴ്സ് ആണ് ഇന്നർ പാർട്ട് ഓഫ് സെറിബ്രൽ ഹെമിസ്ഫിയർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ അവർക്കൊരു ഒപ്പേക്ക് വൈറ്റ് അപ്പിയറൻസ് ആണ് ഉള്ളത്. അതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് വിളിച്ചു, വൈറ്റ് മാറ്റർ എന്ന് വിളിച്ചു. ഏതിന്, ഇന്നർ പാർട്ട് ഓഫ് സെറിബ്രൽ ഹെമിസ്ഫിയർ, അവിടെയുള്ള ഫൈബേഴ്സ്, ട്രാക്സിന്റെ ഫൈബേഴ്സ് വിച്ച് ആർ കവേർഡ് വിത്ത് മൈലിൻ ഷീത്ത്. ഇതിന്റെ കളർ എന്താ, ഒപ്പേക്ക് വൈറ്റ് അപ്പിയറൻസ് ആണ്. അതുകൊണ്ട് നമ്മൾ അതിനെ വൈറ്റ് മാറ്റർ എന്ന് വിളിച്ചു. ആൻഡ് ദ സെറിബ്രം wraps around a structure called a thalamus, which is a major coordinating center for sensory and motor signaling. ഏത് സെൻസറി മോട്ടോർ സിഗ്നലും ഏത് വഴിയാണ് ക്യാരി ഔട്ട് ചെയ്യുന്നത്, തലാമസ് വഴിയാണ് പോകുന്നത്. ഈ തലാമസ് എവിടെയാണ്, സെറിബ്രത്തിന്റെ അറൌണ്ട്
റാപ്പ് ചെയ്തിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ് എന്ത് തലാമസ്. സെറിബ്രം എങ്ങനെയാണ് ഒരു സ്ട്രക്ചറിൽ റാപ്പ് ചെയ്തിട്ടാണ് കാണപ്പെടുന്നത്. ആ സ്ട്രക്ചറിനെയാണ് നമ്മൾ തലാമസ് എന്ന് വിളിച്ചത്. അത് മേജർ കോർഡിനേറ്റിംഗ് സെന്റർ ആണ് ഫോർ വാട്ട് തിങ്സ് സെൻസറി ആൻഡ് മോട്ടോർ സിഗ്നലിംഗ്. Another very important part of brain called hypothalamus. Hypo എന്ന് പറഞ്ഞാൽ താഴെ. അത് ലൈസ് അറ്റ് ദ ബേസ് ഓഫ് തലാമസ്. തലാമസിന്റെ താഴെയുള്ള സ്ട്രക്ചർ ആയതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് വിളിച്ചു? ഹൈപ്പോതലാമസ് എന്ന് വിളിച്ചു. ഇനി തലാമസിന്റെ ഫംഗ്ഷൻ നമ്മൾ കണ്ടു, കോർഡിനേറ്റിംഗ് സെന്റർ ആണ്. ഏതിന്? സെൻസറിയും മോട്ടോർ സിഗ്നലിങ്ങിനും. അപ്പോ അതിന്റെ താഴെ കാണുന്ന ഹൈപ്പോതലാമസിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? കൺട്രോൾ ബോഡി ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ, ആൻഡ് ഏർജ് ഫോർ ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്. എന്തൊക്കെ കഴിക്കണം, കുടിക്കണം, ആൻഡ് നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനെ റെഗുലേറ്റ് ചെയ്യേണ്ട മെയിൻ ഫങ്ഷൻസ് ആണ് ആര് ക്യാരി ഔട്ട് ചെയ്യുന്നത്? ഹൈപ്പോതലാമസ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. അത് കൂടാണ്ട് ഇറ്റ് ഓൾസോ കണ്ടെയ്ൻസ് കുറെ ന്യൂറോ സെക്രീറ്ററി സെൽസ് ഉണ്ട്. അത് എന്തോ ഒരു സെക്രീഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. എന്താണ് ആ സെക്രീഷൻസ്? ഹോർമോൺസ്. ഈ ഹോർമോൺസിന്റെ നമ്മൾ എന്ത് വിളിച്ചു? ഹൈപ്പോതലാമസിൽ ഉണ്ടാകുന്ന ഹോർമോൺസ് ആയതുകൊണ്ട് നമ്മൾ അതിനെ ഹൈപ്പോതലാമിക് ഹോർമോൺസ് എന്ന് വിളിച്ചു. ആൻഡ് ദ ഇന്നർ പാർട്ട് ഓഫ് സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ് എന്താണ്? ആൻഡ് എ ഗ്രൂപ്പ് ഓഫ് അസോസിയേറ്റഡ് ഡീപ് സ്ട്രക്ചേഴ്സ് ലൈക്ക് amygdala, hippocampus, etc. forms a complex structure called limbic lobe അല്ലെങ്കിൽ ലിംബിക് സിസ്റ്റം. അപ്പോ അടുത്തൊരു പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യൻ, ലിംബിക് സിസ്റ്റം. ഈ ലിംബിക് സിസ്റ്റത്തിൽ എന്തൊക്കെ സാധനങ്ങൾ ഇൻക്ലൂഡഡ് ആണ് എന്ന് വെച്ചാൽ എന്ത് പറയാൻ പറ്റുക? സെറിബ്രൽ ഹെമിസ്ഫിയറിന്റെ ഇന്നർ പാർട്ടും പിന്നെ കുറച്ച് ഡീപ്ലി സിറ്റുവേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ലൈക്ക് അമിഗ്ഡല, ഹിപ്പോകാമ്പസ് തുടങ്ങിയ സ്ട്രക്ചേഴ്സ് എല്ലാം കൂടി ഒരു കോംപ്ലക്സ് സ്ട്രക്ചർ ഫോം ചെയ്യുന്നുണ്ട്. ആ കോംപ്ലക്സ് സ്ട്രക്ചറിനെ നമ്മൾ വിളിച്ചു ലിംബിക് സിസ്റ്റം. ആൻഡ് അലോങ് വിത്ത് ഹൈപ്പോതലാമസ് എന്താണ് ഇതിന്റെ ഫംഗ്ഷൻ? ഇറ്റ് ഇസ് ഇൻവോൾവ് ഇൻ ദ റെഗുലേഷൻ ഓഫ് സെക്ഷുവൽ ബിഹേവിയർ, ഇമോഷണൽ റിയാക്ഷൻസ്, എക്സാമ്പിൾ എക്സൈറ്റ്മെന്റ്, പ്ലഷർ, റേജ്, ഫിയർ ആൻഡ് മോട്ടിവേഷൻ. ഇത്രയും സാധനങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട് ലിംബിക് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ ആണ്. അലോങ് വിത്ത് വാട്ട്? ഹൈപ്പോതലാമസിന്റെ സഹായത്തോടുകൂടി. അപ്പോ ഫോർ ബ്രെയിനിൽ നമ്മൾ എന്തൊക്കെ കണ്ടു? നമ്മൾ ആദ്യം പറഞ്ഞു മെയിൻ പാർട്ട് സെറിബ്രം, തലാമസ്, ഹൈപ്പോതലാമസ്. സെറിബ്രം എങ്ങനെ മേജർ പാർട്ടാണ്. ആൻഡ് ഈ സെറിബ്രത്തിൽ നമ്മൾ രണ്ടായിട്ട് നടുക്കിലേക്കൂടി ലോഞ്ചിറ്റ്യൂണലി മുറിച്ചു ഇൻ ടു ഹാഫ്സ്. അതിനെ നമ്മൾ എന്ത് വിളിച്ചു? സെറിബ്രൽ ഹെമിസ്ഫിയർ. ആൻഡ് ഈ ഹെമിസ്ഫിയേഴ്സിനെ കണക്ട് ചെയ്യുന്ന കുറെ ട്രാക്ട് ഉണ്ട് നെർവ് ഫൈബേഴ്സിന്റെ. അതെന്താണ്? കോർപ്പസ് കാലോസം. ആൻഡ് ഈ സെറിബ്രൽ ഹെമിസ്ഫിയറിനെ കവർ ചെയ്യുന്ന സെൽസിനെ നമ്മൾ എന്ത് വിളിച്ചു? സെറിബ്രൽ കോർട്ടെക്സ് എന്ന് വിളിച്ചു. അതിന് ചില പ്രോമിനന്റ് ഫോൾസ് ഉണ്ടെന്ന് പഠിച്ചു. ആൻഡ് ദ സെറിബ്രൽ കോർട്ടെക്സ് referred to as എന്ത്? ഗ്രേ മാറ്റർ എന്ന് വിളിക്കുന്നു പഠിച്ചു. ആൻഡ് എന്തുകൊണ്ടാണ് ഈ ഗ്രേ മാറ്റർ എന്ന് വിളിക്കുന്നത്? ഡ്യൂ ടു ഇറ്റ്സ് ഗ്രേയിഷ് അപ്പിയറൻസ്. ഡ്യൂ ടു ദി എന്താണ് കോൺസെൻട്രേറ്റഡ് അവിടെ? ന്യൂറോൺ സെൽ ബോഡീസ് ആൻഡ് അസോസിയേഷൻ ഏരിയാസ് കണ്ടു. ആൻഡ് ദ മേജർ കോർഡിനേറ്റിംഗ് സെന്റർ ഫോർ സെൻസറി ആൻഡ് മോട്ടോർ സിഗ്നലിംഗ് എന്താണത്? തലാമസ് കണ്ടു. അതിന്റെ വിച്ച് കൺട്രോൾസ്. ഇനി ഇന്നർ പാർട്ട് ഓഫ് സെറിബ്രൽ ഹെമിസ്ഫിയറിലേക്ക് വന്നപ്പോൾ കുറച്ച് ഡീപ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. എന്തൊക്കെ? അമിഗ്ഡല, ഹിപ്പോകാമ്പസ്, എക്സെട്ര. ഇത് ഫോം ചെയ്യുന്ന ഒരു കോംപ്ലക്സ് സ്ട്രക്ചർ ആണ് limbic system, which carries out the following functions: regulation of sexual behavior, express emotional reactions and motivation. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, which one of the following is not a function of limbic system എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൽ വേറെ എന്തെങ്കിലും ബാലൻസ്? ഓപ്ഷൻ എ ബാലൻസ്, ഓപ്ഷൻ ബി റെഗുലേഷൻ ഓഫ് സെക്ഷുവൽ ബിഹേവിയർ, ഓപ്ഷൻ സി എക്സ്പ്രഷൻ ഓഫ് ഇമോഷണൽ റിയാക്ഷൻസ്, ഓപ്ഷൻ ഡി മോട്ടിവേഷൻ എന്ന് വെച്ചാൽ എന്തായിരിക്കും അതിന്റെ ആൻസർ? ഓപ്ഷൻ എ ബാലൻസ് ലിംബിക് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ അല്ല. അപ്പൊ അത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി മിഡ് ബ്രെയിൻ എന്താ? ആദ്യം മിഡ് ബ്രെയിന്റെ ലൊക്കേഷൻ എവിടെയാണുള്ളത്? മിഡ് ബ്രെയിൻ ഇസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ തലാമസ് ആൻഡ് ഹൈപ്പോതലാമസ് ഓഫ് ഫോർ ബ്രെയിൻ ആൻഡ് ഹൈൻ ബ്രെയിന്റെ പാർട്ടായ പോൺസിന്റെയും ഫോർ ബ്രെയിന്റെ പാർട്ടായ തലാമസിന്റെയും ഹൈപ്പോതലാമസ്. അത് ഒരു സിംഗിൾ സ്ട്രക്ചർ പോലെയാണ് നേരെ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത്. അപ്പൊ ഈ തലാമസും ഹൈപ്പോതലാമസിന്റെയും പോൺസിന്റെയും നടുക്കുള്ള ലൊക്കേഷൻ ആണ് മിഡ് ബ്രെയിന്റെ ലൊക്കേഷൻ. ആൻഡ് ഒരു കനാല് പാസ് ചെയ്യുന്നുണ്ട്. ഏതിലേക്കൂടി? മിഡ് ബ്രെയിന്റെ ഉള്ളിൽ കൂടി ഒരു കനാല് പാസ് ചെയ്യുന്നുണ്ട്. അതിന്റെ പേരെന്താണ്?
സെറിബ്രൽ ആക്വിഡക്ട്. അപ്പൊ സെറിബ്രൽ ആക്വിഡക്ട് ഏതിൽ കൂടെയാണ് പാസ് ചെയ്യുന്നത് വെച്ചാൽ എന്ത് പറയണം? മിഡ് ബ്രെയിനിൽ കൂടെ പാസ് ചെയ്യുന്ന സ്ട്രക്ചർ ആണ്. ആൻഡ് മിഡ് ബ്രെയിനിന്റെ ഡോർസൽ പോർഷനിൽ പുറകിലത്തെ വശത്ത് മിഡ് ബ്രെയിനിൽ 4 റൗണ്ട് സ്വെല്ലിങ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഈ സ്വെല്ലിങ്സ് ലോബ്സ് എന്ന് വിളിക്കാം. അതിന് 4 നമുക്കറിയാം, 4 നമ്മൾ ക്വാഡ് എന്നാണ് വിളിക്കുക. അപ്പോ ആ 4 സ്വെല്ലിങ്സിന് ഒരുമിച്ച് നമ്മൾ എന്ത് വിളിച്ചു? കോർപോറ ക്വാഡ്രി ജെമിന എന്ന് വിളിച്ചു. അപ്പൊ മിഡ് ബ്രെയിനിന്റെ എന്തൊക്കെ പഠിച്ചു? മിഡ് ബ്രെയിന് ലൊക്കേഷൻ എന്താന്ന് അറിഞ്ഞിരിക്കാം. ലൊക്കേഷൻ എന്താ? ബിറ്റ്വീൻ ദ തലാമസ് ആൻഡ് ഹൈപ്പോ തലാമസ് ഓഫ് ഫോർ ബ്രെയിൻ ആൻഡ് ഹൈൻഡ് ബ്രെയിന്റെ പോൺസിന്റെയും കൂടെ നടുക്ക്. ആൻഡ് ഒരു കനാല് പോകുന്നുണ്ട്, ആ കനാലിന്റെ പേരെന്താ? ആൻഡ് അത് പാസ് ചെയ്യുന്നത് ഏരിയ കൂടെ? മിഡ് ബ്രെയിനിൽ കൂടിയാണ്. ആൻഡ് ഡോർസൽ പോർഷൻ ഉള്ള 4 റൗണ്ട് സ്വെല്ലിങ്സ്, ആ സ്വെല്ലിങ്സിന്റെ പേരെന്താണ്? കോർപോറ ക്വാഡ്രി ജെമിന. ഇത്രയും കാര്യങ്ങളാണ് മിഡ് ബ്രെയിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി ഹൈൻഡ് ബ്രെയിനിലേക്ക് കടക്കുകയാണെങ്കിൽ ഹൈൻഡ് ബ്രെയിനിന്റെ എന്തൊക്കെയാണ് കംപ്രൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം പറയണം. എന്ത്? പോൺസ്, സെറിബെല്ലം ആൻഡ് മെഡ്യുല. പോൺസും സെറിബെല്ലും മെഡ്യുലയും കൂടി കംപ്രൈസ് ചെയ്യുന്ന സ്ട്രക്ചർ ആണ് ഹൈൻഡ് ബ്രെയിൻ. മെഡ്യുലേനെ നമ്മൾ ഇലാബറേറ്റ് എന്ന് വിളിക്കും, മെഡ്യുല ഒബ്ലോങ്കേറ്റ എന്ന് വിളിക്കും. ആൻഡ് ഇതില് ഈ പോൺസ് എന്താണ്? പോൺസിൽ കുറെ ഫൈബർ ട്രാക്സ് ഉണ്ട്. ഈ ഫൈബർ ട്രാക്സിന്റെ ജോലി എന്താണ്? വേരിയസ് റീജിയൻസ് ഓഫ് ബ്രെയിനെ ഇന്റർ കണക്ട് ചെയ്യാനുള്ള ഒരു ഫൈബർ ട്രാക്സിന്റെ ഒരു കൂട്ടം. നമുക്കറിയാം, റോഡിൽ കുറെ പോസ്റ്റ് ഉണ്ടാവും ഇലക്ട്രിസിറ്റിന്റെ. ആ ഇലക്ട്രിസിറ്റിന്റെ പോസ്റ്റിനെ കണക്ട് ചെയ്യുന്ന കുറെ വയറും ഉണ്ടാവും. ഫൈബർ ട്രാക്സ് കണക്ട് ഡിഫറെന്റ് റീജിയൻസ് ഓഫ് ബ്രെയിൻ. കോൺവല്യൂട്ടഡ് സർഫസ് ഏരിയ, അതായത് ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കുന്ന ഒരു കോൺവല്യൂഷൻസിൽ ഭയങ്കര ഒരു ചുരുങ്ങിയ ഒരു സർഫസ് ഏരിയ ഉണ്ട്. അതായത് ചുരുട്ടി വെച്ചിരിക്കുന്ന കുറെ സർഫസ് ഏരിയ ഉണ്ട്, പക്ഷെ ചുറ്റി ഇങ്ങനെ ഒരുമിച്ച് വെച്ചിരിക്കുകയാണ് ഒരു ചെറിയ സാധനം പോലെ. ആൻഡ് വെരി കോൺവല്യൂട്ടഡ് സർഫസ് ഇൻ ഓർഡർ ടു പ്രൊവൈഡ് അഡീഷണൽ സ്പേസ് ഫോർ മെനി മോർ ന്യൂറോൺസ്. എന്തിനാണ് ഇങ്ങനെ കോൺവല്യൂഷൻസ് ഫോം ചെയ്ത് വെച്ചിരിക്കുന്നത്? ടു പ്രൊവൈഡ് ദി അഡീഷണൽ സ്പേസ് ഫോർ മെനി മോർ ന്യൂറോൺസ്. ആൻഡ് ഈ മെഡ്യുല ഓഫ് ദ ബ്രെയിൻ ഇസ് കണക്റ്റഡ് ടു ദി സ്പൈനൽ കോഡ്. ആൻഡ് മെഡ്യുലയിൽ എന്താണ്? മെഡ്യുലയില് റെസ്പിറേഷൻ കൺട്രോൾ ചെയ്യാം, കാർഡിയോവാസ്കുലർ റിഫ്ലെക്സസ് കൺട്രോൾ ചെയ്യാം, ഗ്യാസ്ട്രിക് സെക്രീഷൻസ് കൺട്രോൾ ചെയ്യാം. ഇതൊക്കെ മേജർ ആക്ടിവിറ്റീസ് ഓഫ് ദ ബോഡിയാണ്. ഇതില്ലെങ്കിൽ മെഡ്യുലയിൽ എന്താ? ഈ ഇൻവോളണ്ടറി ഫങ്ഷൻസ് ഒന്നും വർക്കും ചെയ്യില്ല. അപ്പൊ നമ്മൾ ഹൈൻഡ് ബ്രെയിനിൽ 3 സ്ട്രക്ചേഴ്സ് കണ്ടു: പോൺസ്, സെറിബെല്ലം, മെഡ്യുല. ആൻഡ് പോൺസിൽ എന്താ ഉള്ളത്? ഫൈബർ ട്രാക്സ് വിച്ച് ഇന്റർ കണക്ട്സ് വേരിയസ് റീജിയൻസ് ഓഫ് ബ്രെയിൻ. ആൻഡ് സെറിബെല്ലം ഭയങ്കര കോൺവല്യൂട്ടഡ് സർഫസ് ഏരിയയുള്ള ഒരു സാധനമാണ്. ആൻഡ് അതിന്റെ ഫങ്ഷൻ എന്താ? സെറിബെല്ലത്തിന്റെ ഫങ്ഷൻ അറിയാം, ബാലൻസ്. മെഡ്യുലയിൽ എന്തുണ്ട്? സെന്റേഴ്സ് ഉണ്ട് വിച്ച് കൺട്രോൾ റെസ്പിറേഷൻ, കാർഡിയോവാസ്കുലർ റിഫ്ലെക്സസ് ആൻഡ് ഗ്യാസ്ട്രിക് സെക്രീഷൻസ്. ഇനി ബ്രെയിൻ സ്റ്റെം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് എപ്പോഴും കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു പാട്ടാണ്. ബ്രെയിൻ സ്റ്റെമ്മിൽ എന്തൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെ പറയണം? മിഡ് ബ്രെയിനും, ഈ മിഡ് ബ്രെയിൻ സ്റ്റെമ്മിൽ വരുന്ന സാധനമാണ്. ആൻഡ് പോൺസ് ആൻഡ് മെഡ്യുല ഉള്ളതാണ് എന്ത്? 3 റീജിയൻസ് ഉണ്ടാക്കിയ സാധനമാണ് ബ്രെയിൻ സ്റ്റെം. അതെങ്ങനെയെങ്കിലും ഓർത്ത് വെക്കുക. എന്തൊക്കെ? മിഡ് ബ്രെയിനും പോൺസും മെഡ്യുലയും. ഇതിൽ എന്തില്ല? സെറിബെല്ലം വരുന്നില്ല. ഇപ്പൊ ബ്രെയിൻ സ്റ്റെമ്മിൽ മിഡ് ബ്രെയിൻ ഉണ്ട്, പോൺസ് ഉണ്ട്, മെഡ്യുല ഉണ്ട്. ആൻഡ് ഈ ബ്രെയിൻ സ്റ്റെം എന്താണ്? ഇറ്റ് ഫോംസ് കണക്ഷൻസ് ബിറ്റ്വീൻ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. സ്റ്റെം നമുക്കറിയാം എന്താണ്? ഗ്രൗണ്ടിനെയും ഫ്ലവറിനെയും കണക്ട് ചെയ്യുന്ന സ്ട്രക്ചർ ആണ് ഒരു പ്ലാന്റിലെ സ്റ്റെം. അതേപോലെ ബ്രെയിനെയും താഴോട്ടുള്ള സ്പൈനൽ കോഡിനെയും ഇന്റർ കണക്ട് ചെയ്യുന്ന സ്ട്രക്ചർ ആണ് എന്ത്? ബ്രെയിൻ സ്റ്റെം. അപ്പൊ നമ്മൾ ഹ്യൂമൻസിലെ ബ്രെയിനിന്റെ ഡിഫറെന്റ് പാർട്സ് കണ്ടു, അതിന്റെ ഫങ്ഷൻസ് എന്താന്ന് കണ്ടു, അതിന്റെ ഡയഗ്രാം കണ്ടു. ഇനി ചാപ്റ്ററിന്റെ സമ്മറിയിലേക്ക് പോവാണ്. ദ ന്യൂറൽ സിസ്റ്റം കോർഡിനേറ്റ്സ് ആൻഡ് ഇന്റഗ്രേറ്റ്സ് functions as well as metabolic and homeostatic activities of all organs. എന്തൊക്കെയാണ്? കോർഡിനേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ ആണ് മെയിൻ ഫങ്ഷൻ. എല്ലാ ഓർഗൻസും തമ്മിലുള്ള കോർഡിനേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ. ഇനി ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് ന്യൂറൽ സിസ്റ്റം ഏതാണെന്ന് വെച്ചാൽ എന്ത് പറയും? ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് ന്യൂറൽ സിസ്റ്റം എന്ന് പറയുന്നതാണ് നമ്മുടെ ന്യൂറോൺസ്. അവരുടെ പ്രത്യേകത എന്താ? അവർക്ക് എക്സൈറ്റബിലിറ്റി ഉണ്ട്. ആൻഡ് അവർ വർക്ക് ചെയ്യുന്ന എന്ത് പ്രിൻസിപ്പിൾ വെച്ചാണ്? പ്രിൻസിപ്പിൾ എന്താണ്? ഡിഫറൻഷ്യൽ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഓഫ് അയൺസ് അക്രോസ് ദി മെംബ്രെയിൻ. ആൻഡ്
നമ്മൾ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ എന്താന്ന് കണ്ടു. എന്താണ്? ദ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദി റെസ്റ്റിംഗ് ന്യൂറൽ മെംബ്രെയിൻ. റെസ്റ്റ് ചെയ്യുന്ന ന്യൂറൽ മെംബ്രെയിന്റെ അക്രോസിലെ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതെന്ത് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ കണ്ടു. ഇനി ദ നെർവ് ഇമ്പൾസ് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത് അലോങ് ദി ആക്സൺ മെംബ്രെയിൻ? അത് ഡീപോളറൈസേഷനും റീപോളറൈസേഷൻ രീതിയിലുമാണ് കണ്ടക്ഷൻ നടക്കുന്നത്. ആൻഡ് പ്രീ സൈനാപ്റ്റിക് ന്യൂറോണിന്റെയും പോസ്റ്റ് സൈനാപ്റ്റിക് ന്യൂറോണിന്റെയും മെംബ്രെയിൻസിന്റെ ഇടയിൽ എന്താ ഉണ്ട്? സൈനാപ്സ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടെന്ന് പഠിച്ചു. ആൻഡ് ഈ സൈനാപ്സ്, ഇലക്ട്രിക്കൽ സൈനാപ്സിന് എങ്ങനെയാ ഈ ഡിസ്റ്റൻസ് ഭയങ്കര കുറവായിരിക്കും ഫ്രം വൺ ന്യൂറോൺ ടു അനദർ ന്യൂറോൺ. ഓൾമോസ്റ്റ് കണ്ടക്ഷൻ അലോങ് ദി ആക്സൺ പോലെ തന്നെയായിരിക്കും എങ്ങനെ ഇലക്ട്രിക്കൽ സൈനാപ്സ്. പക്ഷേ കെമിക്കൽ സൈനാപ്സിൽ എന്ത് ഇൻവോൾവ് ആണ്? കെമിക്കൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഇൻവോൾവ് ആണ്. ആൻഡ് അവർക്കൊരു സ്പേസും ഉണ്ട്. അതിന് നമ്മൾ എന്ത് വിളിച്ചു? അവന്റെ സെപ്പറേഷന്റെ ആദ്യം പഠിച്ചു. ഇനി കെമിക്കൽസ് ഇൻവോൾവ് ഇൻ ദ ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ് അറ്റ് കെമിക്കൽ സൈനാപ്സിനെ, അതിനെയാണ് നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് കണ്ടത്. ഇനി ഹ്യൂമൻ ന്യൂറൽ സിസ്റ്റം എടുത്തു നോക്കിയാൽ എന്തൊക്കെ ഉണ്ട്? സെൻട്രൽ ന്യൂറൽ സിസ്റ്റം, പെരിഫറൽ ന്യൂറൽ സിസ്റ്റം. ആൻഡ് CNS എന്തൊക്കെ വന്നു? ബ്രെയിൻ ആൻഡ് സ്പൈറൽ അല്ല, സ്പൈനൽ കോഡ്. അത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. അപ്പൊ CNS എന്തൊക്കെ ഉണ്ട്? ബ്രെയിനും സ്പൈനൽ കോഡും ഉണ്ട്. ബ്രെയിനിന്റെ 3 മേജർ പാർട്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ എന്ത് പറയും? ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ ആൻഡ് ഹൈൻഡ് ബ്രെയിൻ. ഇനി ഫോർ ബ്രെയിനിൽ എന്തൊക്കെ ഉണ്ട്? നമ്മൾ സെറിബ്രം ഉണ്ട്, തലാമസ് ഉണ്ട്, ഹൈപ്പോ തലാമസ് ഉണ്ട്. ഫങ്ഷൻസ് കണ്ടു. ആൻഡ് സെറിബ്രം എങ്ങനെ ഡിവൈഡഡ് ആയിരിക്കാണ് ആൻഡ് ഇസ് കണക്റ്റഡ് ബൈ 2 ഹെമിസ്ഫിയറും കണക്ട് ചെയ്യുന്ന ട്രാക്ട് ഓഫ് നെർവ് ഫൈബേഴ്സിന് നമ്മൾ കോർപ്പസ് കാലോസം എന്ന് വിളിച്ചു. ആൻഡ് എ വെരി ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് ഫോർ ബ്രെയിൻ എന്താണ്? ഹൈപ്പോ തലാമസ്. ഇത് ഇത്രയും ഇമ്പോർട്ടന്റ് ആവാൻ കാരണം എന്താ? ഇറ്റ് ക്യാരീസ് ഔട്ട് ഭയങ്കര മേജർ ഫങ്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. ലൈക്ക് കൺട്രോളിങ് ദ ബോഡി ടെമ്പറേച്ചർ, ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്. ദ ഏർജ് ടു ഈറ്റ് ആൻഡ് ഡ്രിങ്കും ബോഡി ടെമ്പറേച്ചറും കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ഹൈപ്പോ തലാമസ്. ഇനി ഇന്നർ പാർട്സ് ഓഫ് സെറിബ്രൽ ഹെമിസ്ഫിയറിൽ ഈ ഇന്നർ പാർട്ട് ഓഫ് സെറിബ്രൽ ഹെമിസ്ഫിയർ അലോങ് വിത്ത് കുറച്ച് ഡീപ്പ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിനെ നമ്മൾ എന്ത് വിളിച്ചു? ലിംബിക് സിസ്റ്റം എന്ന് വിളിച്ചു. ലിംബിക് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ എന്താണ് ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ്? എൻസിആറിന്റെ ഉള്ളിൽ റെഗുലേഷൻ ഓഫ് സെക്ഷൽ ബിഹേവിയറും ഇമോഷണൽ റിയാക്ഷനും മോട്ടിവേഷനും തന്നിട്ടുള്ളൂ. പക്ഷെ ഇവിടെ കുറച്ച് എക്സ്ട്രാ ഫംഗ്ഷൻസ് കൂടെ കൊടുത്തിട്ടുണ്ട്. അത് നോട്ട് ചെയ്യുക. എന്തൊക്കെ? ഓൾ ഫാക്ഷൻ, ഓട്ടോണോമിക് റെസ്പോൺസസ്, 2 ഫംഗ്ഷൻസ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതും കൂടി ലിംബിക് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ ആയിട്ട് പഠിച്ചു വെക്കാം. ആൻഡ് മിഡ് ബ്രെയിൻ എന്തൊക്കെയാണ് ജോലി ചെയ്യുന്നത്? മിഡ് ബ്രെയിൻ റിസീവ്സ് ആൻഡ് ഇന്റഗ്രേറ്റ്സ് വിഷ്വൽ, ടാക്ടൈൽ ആൻഡ് ഓഡിറ്ററി ഇൻപുട്സ്. കാഴ്ചയുടെയും തൊടുന്നതിന്റെയും കേൾവിയുടെയും എല്ലാത്തിന്റെയും ഇൻപുട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ആരാണ്? മിഡ് ബ്രെയിൻ. ഇവിടെ നമ്മൾ ഫംഗ്ഷൻ എഴുതിയില്ലായിരുന്നു. എന്താണ്? ഇന്റഗ്രേഷൻ ഓഫ് വിഷ്വലും ടാക്ടൈലും ഓഡിറ്ററി ഇൻപുട്ടിന്റെയും ഇന്റഗ്രേഷൻ ആണ് ആരുടെ ഫംഗ്ഷൻ? മിഡ് ബ്രെയിന്റെ ഫംഗ്ഷൻ. ഇനി ഹൈൻഡ് ബ്രെയിൻ എന്തൊക്കെ ഉണ്ട്? പോൺസ്, സെറിബെല്ലം, മെഡുല. ബ്രെയിൻ സ്റ്റെമ്മിൽ എന്തൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ എന്തൊക്കെ പറയും? മിഡ് ബ്രെയിനും പോൺസും മെഡുലയും. MPM ഫോർ ബ്രെയിൻ സ്റ്റെം. തെറ്റിപ്പോരുത്. MPM അതായത് മിഡ് ബ്രെയിൻ, പോൺസ്, മെഡുല ഫോർ ബ്രെയിൻ സ്റ്റെം. ഇത് നോട്ട് ചെയ്ത് വെക്കാം. ആൻഡ് അപ്പൊ ഹൈൻഡ് ബ്രെയിൻ എന്തൊക്കെ ഉണ്ട്? പോൺസ്, സെറിബെല്ലം, മെഡുല. ആൻഡ് സെറിബെല്ലം എന്താ ചെയ്യാം? ബാലൻസിങ് ആണ് സെറിബെല്ലത്തിന്റെ മെയിൻ ഫംഗ്ഷൻ. ബാലൻസിങ്ങിന് ഏതൊക്കെ ഉണ്ട്? നമുക്കറിയാം ഇയറും ബാലൻസിങ്ങിന്റെ ഒരു റോള് ഉണ്ടാക്കുന്നുണ്ട്. ഇയർ എങ്ങനെയാ? ഇയറിന്റെ സെമി സർക്കുലർ കനാൽസ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഉണ്ട്. ആ ഇന്നർ ഇയറിന്റെ ഉള്ളിൽ കാണുന്ന സെമി സർക്കുലർ കനാൽസ് ഉണ്ട്. അവിടുന്ന് റിസീവ് ചെയ്യുന്ന ഇൻഫർമേഷൻ ഓഡിറ്ററി സിസ്റ്റവുമായിട്ട് ഇന്റഗ്രേഷൻ നടത്തിയിട്ടാണ് ഇവര് ബാലൻസിങ്ങിന് ഹെൽപ്പ് ചെയ്യുക. ആൻഡ് മെഡുല എന്താണെന്നറിയാം? നമുക്ക് കുറെ ഇൻവോളണ്ടറി ഫംഗ്ഷൻ ഉള്ള സെന്റേഴ്സ് ഇവിടെയാണ് ലൊക്കേറ്റഡ് ആയിരിക്കുന്നത്. എന്തൊക്കെ കൺട്രോൾ ചെയ്യാൻ? റെസ്പിറേഷൻ, കാർഡിയോവാസ്കുലർ റിഫ്ലെക്സസ് ആൻഡ് ഗ്യാസ്ട്രിക് സെക്രീഷൻസ്. പോൺസ് ഫൈൻഡ് ഞാൻ പറയുന്നു. റോഡിൽ കാണുന്ന പോസ്റ്റിനെ കണക്ട് ചെയ്യുന്ന വയറിന്റെ എക്സാമ്പിൾ പോലെ. പോൺസ് കൺസിസ്റ്റ് ഓഫ് ഫൈബർ ട്രാക്സ് ദാറ്റ് ഇന്റർകണക്ട് ഡിഫറെന്റ് റീജിയൻസ് ഓഫ് ബ്രെയിൻ. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്. ഇനി നമ്മൾ എക്സസൈസസിലേക്ക് പോകാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദി സ്ട്രക്ചർ ഓഫ് ബ്രെയിൻ. സ്ട്രക്ചർ ഓഫ് ബ്രെയിൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് പറയണം?
ആദ്യം ഈ ഡയഗ്രാം വരച്ചു നോക്കുക. ഏത് സജൈറ്റൽ സെക്ഷൻ ഓഫ് ഹ്യൂമൻ ബ്രെയിൻ ആൻഡ് അതിന്റെ മെയിൻ പാർട്സ് എന്തൊക്കെ? ആദ്യം ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ ആലോചിക്കുക. അപ്പൊ നമ്മൾ അതിന്റെ സബ് പാർട്സ് നമുക്ക് ഓർമ്മ വരും. ഫോർ ബ്രെയിനിൽ സെറിബെല്ലം, തലാമസ്, ഹൈപ്പോ തലാമസ്. മിഡ് ബ്രെയിൻ എവിടെയാണ്? ആൻഡ് ഹൈൻഡ് ബ്രെയിനിൽ പോൺസ്, സെറിബെല്ലം, മെഡുല്ല. ഫൈനലി ബ്രെയിൻ സ്റ്റെമ്മും കൂടി എഴുതുക. ബ്രെയിൻ സ്റ്റെമ്മിൽ എന്തൊക്കെ? MPM. എം എന്താ? മിഡ് ബ്രെയിൻ, പോൺസ് ആൻഡ് മെഡുല്ല. ഇത്രയും കാര്യങ്ങൾ. ആൻഡ് ഇറ്റ് ഇസ് ദ സെൻട്രൽ ഇൻഫർമേഷൻ പ്രോസസിംഗ് ഓർഗൻ ആണെന്ന് എഴുതി വെക്കുക. കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം. ആൻഡ് ഈ ഇത്രയും ഫങ്ഷൻസ് ബ്രെയിൻ ചെയ്യുന്നതാണ്. ആൻഡ് ഹൗ ഇസ് ഇറ്റ് പ്രൊട്ടക്റ്റഡ്? വിത്ത് വാട്ട് സ്ട്രക്ചർ ഇസ് ഇറ്റ് പ്രൊട്ടക്റ്റഡ്? സ്കൾ. സ്കളിന്റെ ഉള്ളിൽ മെനിഞ്ചസിന്റെ ലേയേഴ്സ് എഴുതുക. ആൻഡ് ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ എഴുതുക. ആൻഡ് അതിന്റെ സബ് പാർട്സ് നമുക്കറിയാം എന്തൊക്കെയാണ്. ഫോർ ബ്രെയിനിൽ സെറിബ്രം, തലാമസ്, ഹൈപ്പോ തലാമസ്. ആൻഡ് മിഡ് ബ്രെയിനിൽ എന്തൊക്കെ? കോർപ്പറ ക്വാഡ്രിജെമിനി ഉണ്ട്, ഒരു കനാല് പാസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഹൈൻഡ് ബ്രെയിൻ എന്തൊക്കെയാണ്? ആൻഡ് ബ്രെയിൻ സ്റ്റെം എന്തൊക്കെയാണ്? ഇത്രയും സാധനങ്ങളുടെ ഫംഗ്ഷൻ എഴുതി വെച്ചാൽ ഫസ്റ്റ് ക്വസ്റ്റിന് ആൻസർ ആയി. എന്തൊക്കെ? സ്ട്രക്ചർ ഓഫ് ബ്രെയിൻ ആയി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, സെൻട്രൽ ന്യൂറൽ സിസ്റ്റം ആൻഡ് പെരിഫറൽ ന്യൂറൽ സിസ്റ്റം കമ്പയർ ചെയ്യാനാണ് ചോദിച്ചത്. സ്ട്രക്ചർ ഓഫ് ബ്രെയിൻ മെയിൻ കോർഡിനേറ്റിംഗ് സെന്റർ ആണ്. കൺട്രോൾസ് ആൻഡ് മോണിറ്റേഴ്സ് ഈച്ച് ആൻഡ് എവറി ഓർഗൻ. പ്രൊട്ടക്റ്റഡ് ബൈ വാട്ട്? ഈ ഡയഗ്രാം. ഇത്രയും സാധനങ്ങൾ വരച്ചു വെച്ചാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം തമ്മിലുള്ള ഡിഫറൻസ്. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ എന്തൊക്കെ ഉണ്ട്? ബ്രെയിനും സ്പൈനൽ കോഡും. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ എന്തൊക്കെ ഉണ്ട്? നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു. സ്പൈനൽ നെർവ്സും ക്രേനിയൽ നെർവ്സും ഉണ്ട്. ഇനി അടുത്ത ഡിഫറൻസ് എന്താ? സെൻട്രൽ ന്യൂറൽ സിസ്റ്റം എന്ന് പറയുന്നത് മെയിൻ കോർഡിനേറ്റിംഗ് സെന്റർ ആണ്. ഈ പെരിഫറൽ ന്യൂറൽ സിസ്റ്റം എന്താ ചെയ്യുക? ഈ CNS നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള റെസ്പോൺസും സിഗ്നൽസും സെൻഡ് ചെയ്ത് അങ്ങോട്ട് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ആണ് പെരിഫറൽ ന്യൂറൽ സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ. ആൻഡ് സ്പൈനൽ കോളം ഇസ് പ്രൊട്ടക്റ്റഡ് ബൈ വെർട്ടിബ്രൽ കോളം, whereas ബ്രെയിൻ ഇസ് പ്രൊട്ടക്റ്റഡ് ബൈ സ്കൾ. ഈ സ്പൈനൽ കോഡിന്റെയും ബ്രെയിന്റെയും പ്രൊട്ടക്ഷനെ കുറിച്ച് പറയാണ്. പക്ഷെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ എങ്ങനെയാ? നോ പ്രൊട്ടക്റ്റീവ് ലെയർ സീൻ. പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ട് ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ റെസ്റ്റിംഗ് പൊട്ടൻഷ്യലും ആക്ഷൻ പൊട്ടൻഷ്യലും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഫസ്റ്റ് പറയാ ഡെഫിനിഷൻ ആദ്യത്തെ ഡിഫറൻസ് ആയിട്ട് പറയാം. എങ്ങനെ? റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാല് റെസ്റ്റിംഗ് ഫേസിലുള്ള റെസ്റ്റിംഗ് മെംബ്രെയിൻ്റെ റെസ്റ്റിംഗ് ഫേസിൽ അക്രോസ് ദി മെംബ്രെയിൻ ഉള്ള പൊട്ടൻഷ്യൽ, ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ എന്ന് വിളിച്ചത്. ആൻഡ് ആക്ഷൻ പൊട്ടൻഷ്യൽ എങ്ങനെയാ? ഒരു ന്യൂറോൺ ഒരു സ്റ്റിമുലസ് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു, അതായത് ന്യൂറോൺ ട്രിഗേർഡ് ആയി, അത് അങ്ങനത്തെ അവസ്ഥയിൽ വരുന്ന മെംബ്രെയിൻ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് വിളിച്ചു. ഇനി റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ നമുക്കറിയാം ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഡെവലപ്പായിട്ട് ഓൾവേസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാ? എക്സ്റ്റീരിയർ സൈഡിൽ പോസിറ്റീവ് ചാർജും ഇന്റീരിയർ സൈഡിൽ നെഗറ്റീവ്ലി ചാർജും ആണ് ഈ റെസ്റ്റിംഗ് ഫേസിലെ ന്യൂറോണിന്റെ പൊളാരിറ്റി. പക്ഷെ ഇതിന് റിവേഴ്സിൽ നടക്കും ഡ്യൂറിങ് ആക്ഷൻ പൊട്ടൻഷ്യൽ. അപ്പൊ എന്താവും? പോസിറ്റീവ് ചാർജുള്ള എക്സ്റ്റീരിയർ സൈഡിൽ ഇപ്പോൾ നെഗറ്റീവ് ചാർജ് ആയി. ആൻഡ് നേരത്തെ നെഗറ്റീവ്ലി ചാർജ് ആയ ഇന്റീരിയർ സൈഡിൽ ഇപ്പൊ പോസിറ്റീവ്ലി ചാർജ് ആയി. അത് നെക്സ്റ്റ് ഡിഫറൻസ്. ആൻഡ് എങ്ങനെയാ? റെസ്റ്റിംഗ് പൊട്ടൻഷ്യല് സോഡിയം പൊട്ടാഷ്യം ATPase പമ്പ് ആക്ടിവേറ്റഡ് ആയിരിക്കും. ആൻഡ് സോഡിയം എങ്ങോട്ടാ പോവാ? ഔട്ട് സൈഡ് ദ ന്യൂറോൺ. പക്ഷേ ആക്ഷൻ പൊട്ടൻഷ്യൽ സമയത്ത് സ്റ്റിമുലസ് വരുമ്പോ സോഡിയം അല്ലെങ്കിൽ Na+ എങ്ങോട്ട് പെർമിയബിലിറ്റി കൂടും. അപ്പൊ എങ്ങനെയാ? ഇൻ ടു ദ ന്യൂറോൺ Na+ ആൻസർ വരാൻ തുടങ്ങും. അതാണ് ഏത് റെസ്റ്റിംഗ് പൊട്ടൻഷ്യലും ആക്ഷൻ പൊട്ടൻഷ്യലും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് പ്രോസസ്സസ്. എന്ത് പ്രോസസ്? പോളറൈസേഷൻ ഓഫ് ദ മെംബ്രെയിൻ ഓഫ് എ നെർവ് ഫൈബർ. നമുക്കറിയാം റെസ്റ്റിംഗ് മെംബ്രെയിൻ ഇസ് ഓൾവേസ് ഇൻ എ ഡീപോളറൈസ്ഡ് സ്റ്റേറ്റ്. അപ്പോ ഒരു സ്റ്റിമുലസ് വരാണ് എങ്ങോട്ടേക്ക്? ഈ A എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഒരു സ്റ്റിമുലസ് വരാണ്. A എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഒരു സ്റ്റിമുലസ് വന്നാൽ എന്താ സംഭവിക്കുക? ഇവിടുത്തെ പെർമിയബിലിറ്റി മാറും. ആദ്യം Na+ എങ്ങനെയായിരുന്നു? പെർമിയബിലിറ്റി ഇല്ലായിരുന്നു. ആൻഡ് നെഗറ്റീവ് ചാർജ് പ്രോട്ടീൻസിന് പെർമിയബിലിറ്റി ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇവിടെ സ്റ്റിമുലസ് വന്നു. സ്റ്റിമുലസ് വരുമ്പോൾ സോഡിയം ഉള്ളിലേക്ക് വരാൻ തുടങ്ങും. അങ്ങനെ സോഡിയം കുറെ സോഡിയം ഉള്ളിലോട്ട് വരുമ്പോ എങ്ങനെയാവും? ആദ്യം പുറത്ത് പോസിറ്റീവും ഉള്ളിലും നെഗറ്റീവ് ആയിരുന്നു. സ്റ്റിമുലസ് വന്നു കഴിയുമ്പോൾ എന്താ പറ്റുക? ഈ സോഡിയം ഉള്ളിലോട്ട് വന്ന് ഉള്ളിലും പോസിറ്റീവ് ചാർജ് ആക്കും.
ഉള്ളിൽ പോസിറ്റീവ് ചാർജ് ആക്കുമ്പോൾ നമുക്കറിയാം ഈ ബി എന്ന് പറയുന്ന പോയിന്റിൽ എങ്ങനെയാ ഉള്ളിൽ നെഗറ്റീവ് ചാർജ് ആയിരുന്നു ഉള്ളില്, പക്ഷെ എ എന്ന് പറയുന്ന പോയിന്റിൽ ഇപ്പൊ ഉള്ളില് പോസിറ്റീവ് ചാർജ്. അപ്പൊ ഈ പോസിറ്റീവ് ചാർജിന് ഫ്ലോ നടക്കും ആൻഡ് ഇതൊരു ഹോൾ സർക്യൂട്ട് ഫോം ചെയ്യും. അങ്ങനെ ലോങ് ദി ലെങ്ത് ഓഫ് ആക്ഷൻ എന്ത് പോവും, ഈ സ്റ്റിമുലസ് പോളറൈസേഷൻ ഇങ്ങനെ എലോങ്ങേറ്റ് ചെയ്ത് പോകാൻ തുടങ്ങും. ഡീപോളറൈസേഷൻ ഓഫ് ദി മെംബ്രെയിൻ ചോദിക്കുകയാണെങ്കിൽ എന്ത് പറയാൻ പറ്റുക, ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ ബിയിലേക്ക്, അതായത് സൈറ്റ് എയിൽ നിന്ന് സൈറ്റ് ബിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡീപോളറൈസേഷൻ പറയാൻ പറ്റുക. ആൻഡ് കറന്റ് ഫ്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കറന്റ് ഫ്ലോ നടന്നുകൊണ്ടിരിക്കും. ഇനി ട്രാൻസ്മിഷൻ ഓഫ് എ നെർവ് ഇമ്പൾസ് അക്രോസ് എ കെമിക്കൽ സൈനാപ്സ്. കെമിക്കൽ സൈനാപ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് മനസ്സിലേക്ക് വരുന്നത് ഇവിടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട് ആൻഡ് ഒരു സൈനാപ്റ്റിക് ക്ലെഫ്റ്റ് ഉണ്ട് വിച്ച് ഇസ് എ ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസ്. അതായത് അത് ഒരു ന്യൂറോൺ അടുത്ത ന്യൂറോണിൽ കുറച്ച് ഗ്യാപ്പ്, അവിടെ കുറച്ച് ഫ്ലൂയിഡ് ഉണ്ട്, അവിടെ സൈനാപ്റ്റിക് ക്ലെഫ്റ്റ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ആദ്യം മനസ്സിലേക്ക് വരാം. ആൻഡ് നമ്മൾ ഈ ഡയഗ്രാം വരക്കുമ്പോൾ എന്ത് കാണാൻ പറ്റും, നമുക്കറിയാം ഈ നോബ് ലൈക്ക് എൻഡിങ്ങിൽ സൈനാപ്റ്റിക് നോബിന്റെ ഉള്ളിൽ കുറെ സൈനാപ്റ്റിക് വെസൈക്കിൾസ് ഉണ്ട്. ഈ സൈനാപ്റ്റിക് വെസൈക്കിൾസിന്റെ ഉള്ളിൽ എന്തുണ്ട്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. ഈ സൈനാപ്റ്റിക് വെസൈക്കിൾസിന്റെ ഉള്ളിൽ എന്തുണ്ട്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. അപ്പോ ഇവിടെ ഈ ആക്സന്റെ എൻഡിലേക്ക് നമ്മുടെ സ്റ്റിമുലസ് എത്തിക്കഴിഞ്ഞാൽ എന്താ പറ്റുക, ഇവിടെയുള്ള വെസൈക്കിൾ പതുക്കെ അറ്റത്തേക്ക് മൂവ് ചെയ്ത് പതുക്കെ ദേ ഫ്യൂസസ് വിത്ത് പ്രീ സൈനാപ്റ്റിക് മെംബ്രെയിൻ. ആ സൈനാപ്റ്റിക് മെംബ്രെയിനുമായിട്ട് ഫ്യൂസ് ചെയ്യാൻ തുടങ്ങും. ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അത് പതുക്കെ ഓപ്പൺ ചെയ്ത് ഈ ഗ്യാപ്പിലേക്ക് സൈനാപ്റ്റിക് ലെഫ്റ്റിലേക്ക് ഇതാണ് സൈനാപ്റ്റിക് ലെഫ്റ്റ്. അതായത് ഈ ആക്സൺ ടെർമിനലിന്റെയും അടുത്ത ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റ്സിന്റെയും തമ്മിലുള്ള ഇടയിലുള്ള ഗ്യാപ്പ്, അങ്ങോട്ടേക്ക് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ആവും. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ആവുമ്പോൾ എന്താ പറ്റുക, അടുത്ത് സംഭവിക്കാൻ പോകുന്ന ഇവിടെ ഈ പോസ്റ്റ് സൈനാപ്റ്റിക് മെംബ്രെയിനിൽ റിസെപ്റ്റേഴ്സ് ഉണ്ട്. ഈ റിസെപ്റ്റേഴ്സിന്റെ അടുത്ത് പോയി ഇത് എങ്ങനെ ഫ്യൂസ് ചെയ്യും. ഫ്യൂസ് ചെയ്ത് അഗെയിൻ അയൺ ചാനൽ ഓപ്പണിംഗ് നടക്കും, അയൺ ട്രാൻസ്ഫർ നടക്കും. അങ്ങനെ ഈ ഇമ്പൾസ് പതുക്കെ അടുത്ത കെമിക്കൽ സൈനാപ്സ് വഴി അടുത്ത ന്യൂറോണിലേക്ക് ട്രാൻസ്ഫർ ആവും. അപ്പൊ അത്രയാണ് ട്രാൻസ്മിഷൻ ഓഫ് എ നെർവ് ഇമ്പൾസ് അക്രോസ് എ കെമിക്കൽ സൈനാപ്സ്. ഇലക്ട്രിക്കൽ സൈനാപ്സിന് എങ്ങനെയായിരുന്നു, ഒന്നാമത് ഈ ഡിസ്റ്റൻസ് ഭയങ്കര കുറവായിരിക്കും. ആ ഡിസ്റ്റൻസ് ഭയങ്കര കുറവായിരിക്കുമ്പോൾ നമുക്ക് എന്തുപോലെ തന്നെ തോന്നുള്ളൂ, നമുക്കിതൊരു ട്രാൻസ്മിഷൻ അലോങ് എ സിംഗിൾ ആക്ഷൻ പോലെ തോന്നുള്ളൂ, അത്രയും അടുത്തായതുകൊണ്ട്. ആൻഡ് ഇറ്റ് ഈസ് വെരി വെരി മച്ച് ഫാസ്റ്റർ ദാൻ കെമിക്കൽ സൈനാപ്സ്. കെമിക്കൽ സൈനാപ്സിന്റെ അക്രോസ് ഉള്ള ട്രാൻസ്മിഷനെ കാട്ടി എത്രയോ ഫാസ്റ്റർ ആയിരിക്കും ഇലക്ട്രിക്കൽ സൈനാപ്സിന്റെ അക്രോസ് ഉള്ള ട്രാൻസ്മിഷൻ ഓഫ് നെർവ് ഇമ്പൾസ്. ഇനി ലേബൽ ഡയഗ്രംസ് ചോദിച്ചിരിക്കുകയാണ്. ന്യൂറോൺ, രണ്ട് ലേബൽ ഡയഗ്രംസ് ചോദിച്ചിട്ടുണ്ട്, ന്യൂറോണും ബ്രെയിനും. നമുക്കറിയാം ബ്രെയിനിന്റെ ഡയഗ്രം ചോദിച്ചാൽ ഇത് വരക്കാൻ അറിഞ്ഞിരിക്കണം. ഇതില് വിട്ടു പോകാണ്ടിരിക്കുന്ന മേജർ പാർട്സ് ഈ ഇൻഫോൾഡിങ്സും വിട്ടുപോകരുത്. തലാമസ്, ഹൈപ്പോതലാമസ്, കോർപ്പസ് കലോസം ലേബലിംഗ് മറക്കരുത്. ആൻഡ് മിഡ് ബ്രെയിന്റെ ലേബലിംഗ് മറക്കരുത്. ആൻഡ് പോൺസ് ശ്രദ്ധിക്കുക. സെറിബെല്ലം ഒരു ട്രീ ലൈക്ക് സ്ട്രക്ചർ, ഒരു കോൺവല്യൂട്ടഡ് സർഫസ് ഏരിയയുള്ള ട്രീ ലൈക്ക് സ്ട്രക്ചർ, അത് വരക്കാൻ മറക്കരുത്. ആൻഡ് മെഡുല, ഫൈനലി സ്പൈനൽ കോഡ് വരച്ച് എൻഡ് ചെയ്യുക. ന്യൂറോണിന്റെ സ്ട്രക്ചർ വെച്ചാൽ എന്ത് വരക്കണം, ഈ സ്ട്രക്ചർ വരക്കാം. ആൻഡ് ഈ സ്ട്രക്ചറിൽ നോട്ട് ചെയ്യേണ്ട എന്തൊക്കെയാ, ഡെൻഡ്രൈറ്റ്സ്. ഈ നിസൽ ഗ്രാന്യൂൾ ഡെൻഡ്രൈറ്റിലേക്കും കൂടി എക്സ്റ്റെൻഡ് ചെയ്യുക. കാരണം നിസൽ ഗ്രാന്യൂൾസ് സെൽ ബോഡിയിൽ മാത്രമല്ല ഡെൻഡ്രൈറ്റ്സിലേക്കും പോകുന്നുണ്ട്. അപ്പൊ അത് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരക്കുക. ആൻഡ് അത് കഴിഞ്ഞ് ന്യൂക്ലിയസ് വരക്കുക. ആൻഡ് സെൽ ബോഡി ലേബിൾ ചെയ്യുക. അതൊക്കെ ഒരു ലോങ് ആക്സൺ ഉണ്ടെന്ന് വരക്കുക. ആൻഡ് ആക്സന്റെ ചുറ്റും ആക്സന്റെ ചുറ്റും ഷ്വാൻ സെൽസ് ഉണ്ട്. ഈ ഷ്വാൻ സെൽസ് എന്തുണ്ടാക്കും, ഈ മൈലിൻ ഷീത്ത് ഉണ്ടാക്കും. ആൻഡ് ഒരു മൈലിൻ ഷീത്തും അടുത്ത മൈലിൻ ഷീത്തും തമ്മിലുള്ള ഒരു ഡിഫറൻസിനെ നമ്മൾ എന്ത് വിളിച്ചു, നോഡ് ഓഫ് റാൻവിയർ എന്ന് വിളിച്ചു. ആൻഡ് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് പതുക്കെ ആക്ഷൻ ടെർമിനൽ കുറച്ച് ഏറ്റവും ഡിസ്റ്റൽ എൻഡിൽ കുറച്ച് ബ്രാഞ്ചിങ്. എങ്ങനെ, ആ ബ്രാഞ്ചിങ്ങിന്റെ അറ്റത്ത് സൈനാപ്റ്റിക് നോബ് വരക്കുക കണ്ടെയ്നിങ് സൈനാപ്റ്റിക് വെസൈക്കിൾസ് ഇൻ വിച്ച് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആർ പ്രസന്റ്. ആൻഡ് ആക്ഷൻ ടെർമിനൽ വരച്ച് സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ എൻഡ് ചെയ്യാം. ഇനി വേണമെങ്കിൽ ഈ ടൈപ്സ്, ആക്സന്റെ ടൈപ്സും ന്യൂറോൺസിന്റെ ടൈപ്സും കൂടി എഴുതിയിട്ട് അതിന്റെ എക്സാമ്പിളും കൂടി എഴുതാം. ഇനി
അടുത്ത ക്വസ്റ്റ്യൻ ന്യൂറൽ കോർഡിനേഷൻ ഉള്ളൊരു ഷോർട്ട് നോട്ട് എഴുതാനാണ്. എന്താണ് ന്യൂറൽ കോർഡിനേഷൻ? നമുക്കറിയാം ഫിനോമിനൻ ത്രൂ വിച്ച് ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ ഓർഗൻസ് എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യുക, ഫങ്ഷനിങ് ചെയ്യുക. ഈ പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിച്ചു? കോർഡിനേഷൻ എന്ന് വിളിച്ചു. ആൻഡ് അതിന്റെ എക്സാമ്പിൾ ആയിട്ട് എന്താ? വേരിയസ് ഫിസിയോളജിക്കൽ പ്രോസസ്. ഇപ്പൊ റെസ്പിറേഷൻ ആണെങ്കിൽ മെഡുലയിൽ റെസ്പിറേഷന്റെ കൺട്രോളിങ് സെന്റർ ഉണ്ട്. അത് ഏതിനോട് ഹെൽപ്പ് ചെയ്യും? അത് റിലീസ് ചെയ്യുന്ന ഹോർമോൺസ് അല്ലെങ്കിൽ സിഗ്നൽ എന്താന്ന് വെച്ചാൽ അത് അതിന്റെ റെസ്പെക്റ്റീവ് ഓർഗനിൽ പോയി ആക്ട് ചെയ്യുമ്പോഴാണ് ബാക്കിയുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ബാക്കിയുള്ള ഫംഗ്ഷൻ കംപ്ലീറ്റ് ആയിട്ട് നടക്കുക. അങ്ങനെ ഒരു എക്സാമ്പിൾ, അതായത് ഏതെങ്കിലും ഒരു ഫിസിയോളജിക്കൽ പ്രോസസ്സിന്റെ എക്സാമ്പിൾ കൂടി എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ ഷോർട്ട് നോട്ട് ഓൺ ഫോർ ബ്രെയിൻ. നമുക്കറിയാം ഫോർ ബ്രെയിൻ എന്താ? ഫോർ ബ്രെയിനിലെ കോമ്പണൻസ് എന്താ? മെയിൻ തിങ്കിങ് പാർട്ടാണ് മെയിൻ തിങ്കിങ് പാർട്ട് ഓഫ് ബ്രെയിൻ ആണ് ഫോർ ബ്രെയിൻ. ആൻഡ് ഇതിന്റെ പാർട്സ് സെറിബ്രം, തലാമസ്, ഹൈപ്പോ തലാമസ്, ഇത്രയും അതിന്റെ പാർട്സ് ആണ്. ആൻഡ് സെറിബ്രം എന്താ? ലാർജസ്റ്റ് പാർട്ട് ഓഫ് ബ്രെയിൻ. ലാർജസ്റ്റ് പാർട്ട് ഓഫ് ബ്രെയിൻ ഏതാന്ന് വെച്ചാൽ എന്ത് പറയും? സെറിബ്രം. അത് എത്രയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? 4/5 ഓഫ് ദ ടോട്ടൽ വെയിറ്റ് ഓഫ് ബ്രെയിൻ. ആൻഡ് അത് നമുക്കറിയാം ലോഞ്ചിറ്റ്യൂണലി ഡിവൈഡ് ചെയ്ത് 2 ഹെമിസ്ഫിയർ ആക്കിയിരുന്നു. ആ ഹെമിസ്ഫിയർ എന്താ? ഹെമിസ്ഫിയറിനെ സെറിബ്രൽ ഹെമിസ്ഫിയർ എന്ന് വിളിച്ചു. ആൻഡ് കണക്ട് ചെയ്യുന്ന ഫൈബർ അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്ന നെർവ് ഫൈബറിന്റെ ട്രാക്റ്റിനെ നമ്മൾ എന്ത് വിളിച്ചു? കോർപ്പസ് കാലോസം എന്ന് വിളിച്ചു. ആൻഡ് അവരെന്താ ചെയ്യുക? റിസീവ് ഇമ്പൾസ് ഫ്രം വേരിയസ് റിസെപ്റ്റേഴ്സ് ആൻഡ് മോട്ടോർ റീജിയൻസ്, കൺട്രോൾ മൂവ്മെന്റ് ഓഫ് വേരിയസ് വോളണ്ടറി മസിൽ. വോളണ്ടറി ഫങ്ഷൻസ് മേജർലി ചെയ്യുന്നത് ആരാണ്? സെറിബ്രം. ആൻഡ് അടുത്തത് തലാമസ്. തലാമസ് എന്താ? സെൻസറി ആൻഡ് മോട്ടോർ സിഗ്നലിംഗ് നടത്തുന്ന മെയിൻ ആള്. ആൻഡ് ഹൈപ്പോ തലാമസ് വിച്ച് ഇസ് അറ്റ് ദ ബേസ് ഓഫ് തലാമസ് റെഗുലേറ്റ്സ്, നമുക്കറിയാം ബോഡി ടെമ്പറേച്ചറും ഏർജ് ഓഫ് ഡ്രിങ്കിങ്ങും. ഇത്രയും കാര്യങ്ങൾ ഫോർ ബ്രെയിനിൽ എഴുതിയാൽ ഫോർ ബ്രെയിനെ കുറിച്ചുള്ള ഷോർട്ട് നോട്ട് കഴിഞ്ഞു. ഇനി മിഡ് ബ്രെയിൻ എന്താ? ഞാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിരുന്നു മിഡ് ബ്രെയിൻ ആദ്യം ലൊക്കേഷൻ എന്താന്ന് എഴുതാം. മിഡ് ബ്രെയിന്റെ ലൊക്കേഷൻ എന്താ? ഫോർ ബ്രെയിന്റെയും അടുത്ത ഹൈൻഡ് ബ്രെയിന്റെ പോൺസിന്റെയും നടുക്കുള്ള ലൊക്കേഷനാണ് മിഡ് ബ്രെയിൻ ലൊക്കേറ്റഡ് ആയിട്ടുള്ളത്. അതില് 4 സ്വെല്ലിങ്സ് ഉണ്ട്. കോർപ്പറ ക്വാഡ്രിജംന, അതിലേക്കൂടെ ഒരു കനാല് പാസ് ചെയ്യുന്നുണ്ട്. എന്താണ്? സെറിബ്രൽ അക്വിഡക്ട്. ആൻഡ് അതിന്റെ ഫങ്ഷൻ നമുക്കറിയാം ഇന്റഗ്രേറ്റ് ഓഡിറ്ററി, വിഷ്വൽ, ടാക്ടൈൽ ഇൻപുട്സ്. ഈ ഇൻപുട്സ് എല്ലാം ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള ഫങ്ഷൻ ആണ് മിഡ് ബ്രെയിൻ്റെ. ഇറ്റ് ഇസ് കണക്റ്റഡ് ടു സെൻസ് ഓഫ് സൈറ്റ് ആൻഡ് ഹിയറിംഗ്. ലൊക്കേഷൻ പറഞ്ഞു. സെറിബ്രൽ അക്വിഡക്ട് എന്ന് പറഞ്ഞ കനാല് പാസ് ചെയ്യുന്നുണ്ട്. 4 സ്വെല്ലിങ്സ്. എവിടെ? ഡോർസൽ പോർഷൻ ഓഫ് മിഡ് ബ്രെയിനിൽ 4 സ്വെല്ലിങ്സ് ഉണ്ടെന്നും പറഞ്ഞു. ഇനി ഹൈൻഡ് ബ്രെയിനെ കുറിച്ചുള്ള ഷോർട്ട് നോട്ട്. ഹൈൻഡ് ബ്രെയിനിൽ എന്തൊക്കെ ഉണ്ട്? പോൺസ്, സെറിബെല്ലം ആൻഡ് മെഡ്യൂല ഒബ്ലാങ്കേറ്റ. ഇതേമാതിരി ബ്രെയിൻ സ്റ്റെം ആണ് ചോദിക്കുന്നതെങ്കിൽ തെറ്റിപ്പോരുന്നത് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആണ്. MPM, മിഡ് ബ്രെയിൻ, പോൺസ് ആൻഡ് മെഡുല ആണ് ബ്രെയിൻ സ്റ്റെമ്മിൽ വരുന്നത്. പക്ഷെ ഹൈൻഡ് ബ്രെയിൻ എന്താ? പോൺസ്, സെറിബെല്ലം ആൻഡ് മെഡുല ഒബ്ലാങ്കേറ്റ. പോൺസിന്റെ ലൊക്കേഷൻ എങ്ങനെയാ? ബിറ്റ്വീൻ മെഡ്യൂല ആൻഡ് ദി മിഡ് ബ്രെയിൻ. പോൺസ് ഏതിന്റെ നടക്കാണ്? മിഡ് ബ്രെയിന്റെ മെഡുലയുടെ നടക്കാണ് പോൺസിന്റെ ലൊക്കേഷൻ. സെറിബെല്ലം എങ്ങനെയാണ്? ആദ്യം ലൊക്കേഷൻ ബിലോ ദി പോസ്റ്റീരിയർ സൈഡ്സ് ഓഫ് സെറിബ്രൽ ഹെമിസ്ഫിയർ. ബാക്ക് കുറച്ച് പുറകിലോട്ടുള്ള വശത്ത്. എങ്ങനെ? സെറിബ്രൽ ഹെമിസ്ഫിയറിന്റെ പുറകിലുള്ള കുറച്ച് താഴെയുള്ള ലൊക്കേഷൻ ആണ് ഏതിന്റെ? സെറിബെല്ലം. ആൻഡ് അബവ് ദി മെഡുല ഒബ്ലാങ്കേറ്റ. എന്താണ് ഹെൽപ്പ് ചെയ്യുക? പോസ്റ്റർ ആൻഡ് ഇക്വിലിബ്രിയം. ബോഡിയുടെ ബാലൻസും പോസ്റ്ററും എല്ലാം ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് സെറിബെല്ലം. നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു ഇയറിന്റെ സെമി സർക്കുലർ കനാൽസ്, SCC സെമി സർക്കുലർ കനാൽസ് വഴി ഹെൽപ്പ് ചെയ്ത് ഇൻപുട്ട് എടുത്ത് ഇന്റഗ്രേറ്റ് ചെയ്താണ് ഏത് ബാലൻസും ഇക്വിലിബ്രിയം പോസ്റ്ററും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. ആൻഡ് മെഡ്യൂല എവിടെയാണ്? ബിനെത്ത് ദ സെറിബെല്ലം. മെഡ്യൂലയിൽ എന്താണുള്ളത്? സെന്റേഴ്സ് ടു കൺട്രോൾ റെസ്പിറേഷൻ, കാർഡിയോവാസ്കുലർ റിഫ്ലെക്സസ്, ഒരു സാധനം കൂടി ഉണ്ടായിരുന്നു, ആൻഡ് ഗ്യാസ്ട്രിക് സെക്രീഷൻസ്. റെസ്പിറേഷൻ, കാർഡിയോവാസ്കുലർ റിഫ്ലെക്സസും ഗ്യാസ്ട്രിക് സെക്രീഷൻസും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സൈനാപ്സിനെ കുറിച്ചുള്ള ഷോർട്ട് നോട്ട്. സൈനാപ്സ് എന്താ നമുക്കറിയാം? ദേ ആർ വാട്ട്? മെയിൻലി ജംഗ്ഷൻസ് ആണ്. എങ്ങനെ? ആ ജംഗ്ഷനിൽ എന്താണ് സംഭവിക്കുക? ഒരു ന്യൂറോണിന്ന് അടുത്ത ന്യൂറോണിലേക്കുള്ള നെർവ് ഇമ്പൾസിന്റെ ട്രാൻസ്മിഷൻ നടത്തുന്ന ജംഗ്ഷനെയാണ് നമ്മൾ സൈനാപ്സ് എന്ന് വിളിച്ചത്. എന്തുകൊണ്ടാണ് അവർ ഫോം ചെയ്തിരിക്കുന്നത്?
മെംബ്രെയിൻസ് ഓഫ് പ്രീസൈനാപ്റ്റിക് പോസ്റ്റ് സൈനാപ്റ്റിക് ന്യൂറോണിന്റെ മെംബ്രെയിൻസും ഉണ്ട് which may or may not be segregated by a gap known as synaptic cleft. Synaptic cleft ഏതിലാ ഉള്ളത്? കെമിക്കൽ സൈനാപ്സിൽ അവർ ഉണ്ടാവും. പക്ഷെ ഇലക്ട്രിക്കൽ സൈനാപ്സിൽ ഭയങ്കര ക്ലോസ് പ്രോക്സിമിറ്റി ആയതുകൊണ്ട് ഈ സൈനാപ്റ്റിക് ക്ലെഫ്റ്റ് ആബ്സെന്റ് ആയിരിക്കും. ഇനി മെക്കാനിസം ഓഫ് സൈനാപ്റ്റിക് ട്രാൻസ്മിഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സൈനാപ്റ്റിക് ട്രാൻസ്മിഷൻ എങ്ങനെയാ? ഈ ആക്സന്റെ ഡിസ്റ്റൽ എൻഡിലേക്ക് സിഗ്നലിംഗ് എത്തുമ്പോൾ ഇവിടെയുള്ള വെസൈക്കിൾ പതുക്കെ മോർ ഡിസ്റ്റലി മൂവ് ചെയ്ത് പ്രീ സൈനാപ്റ്റിക് മെംബ്രെയിനുമായിട്ട് ഫ്യൂസ് ചെയ്യും. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ റിലീസ് നടക്കും എങ്ങോട്ടേക്ക്? സൈനാപ്റ്റിക് ക്ലെഫ്റ്റിലേക്ക്. ആൻഡ് സൈനാപ്റ്റിക് ക്ലെഫ്റ്റിലേക്ക് ട്രാൻസ്മിഷൻ നടന്ന് ഇതിന്റെ പോസ്റ്റ് സൈനാപ്റ്റിക് മെംബ്രെയിന്റെ റിസെപ്റ്ററുമായിട്ട് ജോയിൻ ചെയ്ത് അയണിക് ചാനൽ ഓപ്പണിംഗ് ഒക്കെ നടന്നാണ് സൈനാപ്റ്റിക് ട്രാൻസ്മിഷൻ നടത്തുക. ഇതിൽ ഒരു കാര്യം കൊണ്ട് എഴുതണം. എന്ത്? കെമിക്കൽ സൈനാപ്സും ഇലക്ട്രിക്കൽ സൈനാപ്സും തമ്മിലുള്ള ഡിഫറൻസും കൂടി ഇൻക്ലൂഡ് ചെയ്യുക. അതെന്തൊക്കെ വരും? കെമിക്കൽ സൈനാപ്സും ഇലക്ട്രിക്കൽ സൈനാപ്സും ഡിസ്കസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാ അറിയാം? പ്രോക്സിമിറ്റി ആദ്യം എഴുതുക. ഏതിലാണ് കുറവ്? ഇലക്ട്രിക്കൽ സൈനാപ്സിൽ പ്രോക്സിമിറ്റി കുറവാണ്. അതിന്റെ പിന്നെന്താ? അതിന്റെ സ്പീഡ് എങ്ങനെയാണ്? ട്രാൻസ്മിഷന്റെ റേറ്റ് എത്രത്തോളം ഫാസ്റ്റ് ആയിരിക്കും? ഇലക്ട്രിക്കൽ സൈനാപ്സിൽ ഫാസ്റ്റ് ആയിരിക്കും, കെമിക്കൽ സൈനാപ്സിൽ സ്ലോ ആയിരിക്കും. ആൻഡ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എവിടെയൊക്കെ കാണുള്ളൂ? കെമിക്കൽ സൈനാപ്സിൽ മാത്രമേ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉള്ളൂ, ഇലക്ട്രിക്കൽ സൈനാപ്സിൽ ഇല്ല. ഇത്രയും ഡിഫറൻസ് എഴുതി. ഇത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ആവുന്ന ഇത് ഏതാ? സൈനാപ്റ്റിക് ക്ലെഫ്റ്റ്. സൈനാപ്റ്റിക് ക്ലെഫ്റ്റ് ഏതിലേ ഉള്ളൂ? കെമിക്കൽ സൈനാപ്സിലേ ഉള്ളൂ. അത്രയും കാര്യങ്ങൾ എഴുതി വെക്കാം. ഇനി എക്സ്പ്ലെയിൻ the role of Na+ in generation of action potential. ആക്ഷൻ പൊട്ടൻഷ്യലിന് സോഡിയത്തിന്റെ റോൾ എന്താണ്? നമുക്കറിയാം, ഒരു സ്റ്റിമുലസ് ആക്സണൽ മെംബ്രെയിൻ ഇതാണ്. ഉള്ളില് നെഗറ്റീവും പുറത്ത് പോസിറ്റീവും ആയിരിക്കും. ആൻഡ് സ്റ്റിമുലസ് വരുമ്പോൾ എന്താ പറ്റുക? സോഡിയം ചാനൽസ് ഓപ്പൺ ആയിട്ട് സോഡിയം അയൺസിനുള്ള പെർമിയബിലിറ്റി കൂടി ഈ പോസിറ്റീവ് സോഡിയം അയൺസ് ഉള്ളിലോട്ട് വരാൻ തുടങ്ങും, മേക്കിംഗ് ഉള്ളിൽ പോസിറ്റീവും. ആൻഡ് ഇതിന്റെ അഡ്ജസന്റ് സൈറ്റിൽ എങ്ങനെയായിരിക്കും? നോർമൽ തന്നെ ആയിരിക്കും. ഫസ്റ്റ് ഉള്ള പോലെ ഉള്ളിൽ നെഗറ്റീവ് ആയിരിക്കും. ഇനി